വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിന്റെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ലൗഫീസ് ദേവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ഈ യോഗത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല ഭാഗ്യ പദവിക്കായി കർത്താവിന് ഒരിക്കൽ കൂടി മഹത്വം അർപ്പിക്കുന്നു. പ്രത്യേകാല യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച ക്രിസ്തുവിൽ ബഹുമാന്യനും ആദരണീയനും ഞാൻ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനായ ദേവദാസൻ പാസ്റ്റർ ജിഫ്രി അബ്രഹാം അവറുകൾ, തന്റെ കുടുംബം, ഈ ദൈവസഭയിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവജനങ്ങൾ എല്ലാവർക്കും വീട് വരുന്ന യേശുവിന്റെ നാമത്തിൽ എന്റെ ക്രിസ്തീയ വന്ദനത്തെ പ്രാരംഭത്തിൽ ഞാൻ അറിയിക്കുന്നു. പ്രത്യേക ആത്മീയ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതനായ ദേവദാസൻ പാസ്റ്റർ ജിക്സൺ ആന്റണി, പ്രിയ ബോവസ്, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളുടെ നടുവിൽ മുഖാമുഖമായി കണ്ട് കർത്താവിന്റെ രാജ്യത്തെ ഉയർത്തുവാൻ കർത്താവ് ഒരുക്കിയ നല്ലവസരത്തിനായി സ്തോത്രം. ആമേൻ. മുഖവരകൾ കൂടാതെ ആമേൻ തിരുവചന ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു രാത്രിയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ കർത്താവ് അവസരമൊരുക്കി. ഇന്ന് രാത്രിയിൽ അതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. പ്രത്യേകമായിട്ട് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആമേൻ. ഒട്ടും സമയം വേസ്റ്റ് ആക്കാതെ തന്നെ തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിലത്തെ ചിന്തയ്ക്കായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു തിരുവചന വെളിപ്പാടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോകുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊലോസിയ ദൈവസഭയ്ക്ക് വേണ്ടി എഴുതിയ 4-ാം ലേഖനം, അതിന്റെ 12-ാമത്തെ വാക്യം ഒരാൾക്കൊന്ന് വായിക്കാം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തു യേശുവിന്റെ ദാസനായി എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. എല്ലാ കണ്ണുമടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുമടയട്ടെ. കഴിഞ്ഞ നിമിഷത്തിൽ ആത്മനിറവിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് അവസരം ഒരുക്കി. ചില നിമിഷങ്ങൾ വചന കേൾവിക്കായി കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ കർത്താവിന്റെ പാദപടിയായിരിക്കുന്നു. അല്പനിമിഷം ദൈവജനങ്ങൾ അധരങ്ങൾ തുറന്നൊന്ന് സ്തോത്രം ചെയ്യാമോ? യേശുവിന് അധികാരമുള്ള നാമത്തിൽ, സകല നാമത്തിനും മേലായ നാമം അത് യേശുവിന്റെ നാമമാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? അധരങ്ങൾ തുറന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അല്പനിമിഷം സ്തോത്രം ചെയ്താട്ടെ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുവല്ലോ. ഇന്ന് രാത്രിയിൽ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് കർത്താവിന് നന്ദിയുടെ സൂചകമായ സ്തോത്രത്തിന്റെ സ്വരങ്ങൾ അവിടെ നിന്ന് ഉയരട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ ഇന്ന് രാത്രി കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. വചനത്തിന്റെ വാതിലുകൾ കർത്താവിന്റെ രാത്രി തുറക്കാൻ പോവുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്തേ. അല്പനിമിഷം കമോൺ. ദൈവസഭ ഈ രാത്രിയിൽ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ നടുവിൽ ഇറങ്ങുന്നുണ്ട്. ദൈവിക മഹത്വം ഇന്ന് രാത്രി ചലിക്കുന്നു. ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഇന്ന് രാത്രി ചലിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി വെളിപ്പെടുന്ന വചനം ദൈവ സാന്നിധ്യത്തിന്റെ പുറത്താകുമ്പോൾ അസാധാരണമായ വിടുതലുകൾ നാളെയല്ല, മറ്റന്നാളല്ല, അടുത്ത നിമിഷത്തിലല്ല, പ്രത്യക്ഷതയിൽ വെളിപ്പെടേണ്ടതിനാൽ എല്ലാവരും സ്തോത്രം ചെയ്തേ. നമ്മുടെ യേശു കർത്താവ് വിശുദ്ധനാണ്. ഓ, അവൻ പരിശുദ്ധനാണ്. ഓ, അവൻ വിശുദ്ധനാണ്. Holy, you are holy, King of kings, the Lord of lords. You are holy, holy, you are holy, King of kings, the Lord of lords. I worship you. Holy, you are holy, King of kings, the Lord of lords. You are holy, holy, you are holy, King of kings, the Lord of lords. I worship you. Saba ചേർന്ന് പാടാമോ? Holy, holy, you are holy, King of kings, Lord of lords. You are holy, holy, you are holy, King of kings, Lord of lords. I worship you. King of kings, Lord of lords, I worship you.
I never know how much it costs to see my sin upon thy cross. I never know how much it costs to see my sin upon thy cross. ചേർന്ന് പാടുന്നു. I never know how much it costs to see my sin upon thy cross. So here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether wonderful, altogether working, altogether wonderful to me. So here I am to worship, here I am to bow down, here I am to you're altogether altogether wonderful, altogether wonderful to me. I never know how much it costs to see my sin upon thy cross. I never know how much it costs to see my sin upon thy cross. I never know how much it costs to see my sin upon thy cross. Once again, I never know how much it costs to see my sin upon thy cross. So here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether wonderful, altogether wonderful, altogether wonderful to me. Oh, here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether lovely, altogether wonderful, altogether wonderful to me. I never know how much it costs to see my sin upon thy cross. I never know how much it costs to see my sin upon thy cross. I never know how much it costs to see my sin upon thy cross. Hallelujah. നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവസഭയായ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠ കടന്നു വരുന്നു. ദൈവാത്മാവ് ഇന്ന് രാത്രി ഈ സഭയ്ക്ക് വേണ്ടി നൽകിയ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തിനായി സ്തോത്രം. ഈ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ
അടിയന്റെ നാവിനെ അവിടെ നിന്ന് അധികാരപ്പെടുത്തണം. വചനം പറയുമ്പോൾ ജനത്തിന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ രൂപാന്തരം ഉണ്ടാകണം, ആത്മീക വർധനവ് ഉണ്ടാകണം, ദൈവരാജ്യത്തോടടുക്കണം. അതിനോടൊപ്പം തന്നെ വചനത്തെ ഉറപ്പിക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇന്ന് രാത്രി സംഭവിക്കുന്നതിനെ നന്ദി പറയുന്നു. അഭിഷക്ത ഗണങ്ങളെ ഏൽപ്പിക്കുന്നു, കൊണ്ടുവന്ന ജനത്തെ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി വലിയ ആത്മസാന്നിധ്യത്തെ ഒപ്പതരണം. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ ഇവിടെ ഉയർത്തുന്നു, യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ചേർന്ന് വിശുദ്ധ കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി ഒരിക്കൽ കൂടി കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ വളരെ സന്തോഷത്തോടെ കർത്താവിന്റെ പാദപടിയായിരിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. മുഖവരകൾ കൂടാതെ തിരുവചന ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിലത്തെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കപ്പെട്ട തിരുവെഴുത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ദൈവസഭയ്ക്ക് വേണ്ടി കാരാഗ്രഹത്തിനകത്ത് എഴുതിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ലേഖനം, 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തു യേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്ത്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ദൈവസഭയ്ക്ക് വേണ്ടിയിട്ട് ഈ ലേഖനം എഴുതുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ദൈവസഭ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് കാരാഗ്രഹത്തിനകത്ത് കിടന്ന് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. സത്യം പറഞ്ഞാൽ ജനത്തിന്റെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, കൊലോസ്യ ദൈവസഭയുടെ സ്ഥാപകൻ പൗലോസ് ആകുന്നു എന്ന്. എന്നാൽ അല്ല. കൊലോസ്യ ദൈവസഭ സ്ഥാപിച്ചത് പൗലോസിന്റെ ശിഷ്യഗണങ്ങളായ എപ്പഫ്രാസ് ആൻഡ് ഫിലോമോൻ എന്ന് പറയുന്ന 2 അഭിഷക്തന്മാരിലൂടെ പുറത്തു വന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയാണ് കൊലോസ്യ ദൈവസഭ. കൊലോസ്യ എന്ന് പറയുന്ന പട്ടണത്തിന്റെ പ്രത്യേകത, ഏറ്റവും കൂടുതൽ പരീശന്മാർ തിങ്ങിപ്പാർക്കുന്ന പട്ടണമാണ് കൊലോസ്യ എന്ന് പറയുന്ന പട്ടണം. ദൈവ സാന്നിധ്യം ഒട്ടുമില്ലാത്ത പട്ടണം. വിഗ്രഹത്തെ ആരാധിക്കുന്നവർ ഒത്തിരി തിങ്ങിപ്പാർക്കുന്ന പട്ടണമാണ് കൊലോസ്യ എന്ന് പറയുന്ന പട്ടണം. ഈ പട്ടണത്തിനകത്തുള്ള ഒരു മനുഷ്യനാണ് എപ്പഫ്രാസ് എന്ന് പറയുന്ന മനുഷ്യൻ. നമ്മൾ വാക്യത്തിൽ വായിച്ചു കേട്ടു. ഈ മനുഷ്യനും ക്രിസ്തുവിന്റെ ദൈവീകത്വത്തെ അംഗീകരിക്കാത്ത, യേശു ദൈവമല്ലെന്ന് വാദിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ 3-ാം മിഷൻ യാത്രയോടുള്ള ബന്ധത്തിൽ എഫെസോസിൽ തുറന്നോസിന്റെ വേദപാഠശാലയിൽ പൗലോസ് ചില മാസങ്ങൾ, ഏകദേശം ചരിത്രകാരന്മാർ പഠിപ്പിക്കുന്നു 3 മാസത്തോളം അവിടെ കർത്താവിന്റെ വചനത്തെക്കുറിച്ച് പഠിപ്പിച്ചും സംവാദിച്ചും വാദിച്ചും പോന്നപ്പോൾ എപ്പഫ്രാസിന് ചില നിമിഷങ്ങൾ പൗലോസിന്റെ പാദപിടയിരുന്ന് വചനം പഠിക്കേണ്ട ഒരു അവസരം വളരെ ഔപചാരികമായിട്ട് തനിക്ക് ലഭിച്ചു. തുറന്നോസിന്റെ വേദപാഠശാലയ്ക്കകത്ത് വെച്ച് പൗലോസിന്റെ പാദപിടയിരുന്ന് വചനം പഠിച്ച എപ്പഫ്രാസ് തുറന്നോസിന്റെ വേദപാഠശാല വിട്ട് താൻ ഇറങ്ങിയത് യേശു ക്രിസ്തു പൂർണ്ണ ദൈവമാകുന്നു എന്ന് അംഗീകരിച്ചുകൊണ്ടാണ്. യേശു ദൈവമല്ലെന്ന് പറഞ്ഞുകൊണ്ട് കയറിയവൻ അതിനകത്തുണ്ടാകുന്ന പ്രസംഗവും ക്ലാസും എല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, യേശു ആരാകുന്നു? പൂർണ്ണ ദൈവമാകുന്നു എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള ക്രിസ്തു വെളിപ്പാട് അദ്ദേഹത്തിന്റെ അകത്ത് ലഭിച്ചു. ഈ വെളിപ്പാട് തനിക്ക് ക്രിസ്തുവിന് അല്ലെങ്കിൽ സുവിശേഷത്തെക്കുറിച്ചുള്ള ഭയങ്കര ആവേശമായി മാറി. തനിക്ക് ലഭിച്ച ഈ ക്രിസ്തുവിന്റെ ദൈവീകത്വം, ഈ സൗഭാഗ്യം തനിക്കും ഒരു ആവേശമായി തോന്നി. എന്റെ സ്വന്തം പട്ടണമായ കൊലോസ്യയിൽ പോയി പറയണം. അതിന്റെ അടിസ്ഥാനത്തിൽ കൊലോസ്യ എന്ന് പറയുന്ന സ്ഥലത്ത് താൻ പോയി യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടം ജനങ്ങൾ അവിടെ യേശു കർത്താവിന്റെ ദൈവീകത്വത്തെ അംഗീകരിക്കുകയും യേശുവിനെ ആരാധിക്കുവാൻ വേണ്ടി ഒരുങ്ങി. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ ഒരു ദൈവസഭ കൊലോസ്യയുടെ മണ്ണിൽ ഉടലെടുക്കുവാൻ ഇടയായി തീർന്നു. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ കൊലോസ്യ ദൈവസഭ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വളരെ യാദർച്ഛികമെന്നെ ഒരു ദുരുപദേശം പെട്ടെന്ന് ദൈവസഭയ്ക്കകത്ത് വന്നു കയറി. അത് സഭ ചിതറിപ്പോകുന്നതിന്, ദൈവജനം സഭയിൽ നിന്ന് പിന്മാറിപ്പോകുന്നതിന് കാരണമായി തീർന്നു. എപ്പഫ്രാസ് കൂട്ടര് വന്ന് യേശു ക്രിസ്തു പൂർണ്ണ ദൈവമാകുന്നു എന്ന് പ്രസംഗിച്ചു, ജനത്തെ പഠിപ്പിച്ചു, വിശ്വാസത്തിൽ ഉറപ്പിച്ചപ്പോൾ അതിന്റെ പിന്നാലെ പരീശന്മാർ എഴുന്നേറ്റ് വന്ന് പറഞ്ഞു, യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറഞ്ഞു.
യേശു ക്രിസ്തു ദൈവമല്ലെന്ന് പിന്നെയും ജനത്തിന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിലേക്ക് പരീശന്മാർ പറഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിന്റെ ദൈവികത്വത്തിൽ വിശ്വസിച്ച ജനത്തിന് സംശയമുണ്ടായി. അല്ലയോ, ഞങ്ങൾ ആരാധിക്കുന്ന യേശു ദൈവമാണോ അല്ലയോ എന്നുള്ള സംശയം ഇവിടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഉണ്ടായിട്ട് സഭയിൽ നിന്ന് വ്യക്തികൾ പിന്മാറിപ്പോകുന്ന നിമിഷത്തിലേക്കെത്തി. വളരെ പ്രശ്നത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ സഭ നീങ്ങുമ്പോൾ ദൈവസഭയുടെ ശുശ്രൂഷകനായ എപ്പഫ്രാസ് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പല തലങ്ങളിലും താൻ പരിശ്രമിച്ചിട്ടും തന്നെ കൊണ്ട് കഴിയുന്നില്ല. കാരണം വേദപുസ്തകം പഠിച്ചത്, അല്ലെങ്കിൽ പൗലോസിന്റെ പാതപടിയിരുന്ന് പഠിച്ചത് കേവലം 3 മാസമാണ്. സ്വത്രം പറഞ്ഞേ, 3 മാസവും പഠിച്ച് കർത്താവിന്റെ കൃപയാൽ 5 വർഷം ബൈബിൾ കോളേജിൽ പഠിക്കേണ്ട കൃപ കർത്താവ് എനിക്ക് നൽകി. 5ഉം 10ഉം വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചവരുണ്ട്. എന്നാലും ചില ക്വസ്റ്റ്യനൊക്കെ വെളിപ്പെടുമ്പോൾ അതിന് ഉത്തരം കൊടുക്കാൻ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. 5ഉം 10ഉം വർഷമൊക്കെ പഠിച്ച് ഡോക്ടറേറ്റ് എടുത്തവരും ചില ക്വസ്റ്റ്യനൊക്കെ ആൻസർ പറയാനും ചിലതൊക്കെ തെളിയിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെയാണ് 3 മാസം എന്തൊക്കെയോ പഠിച്ച എപ്പഫ്രാസിനെ കൊണ്ട് ഈ പരീക്ഷന്മാരുടെ മുമ്പിൽ തന്റെ ജ്ഞാനം കൊണ്ട് നിൽക്കാൻ പറ്റിയില്ല. തനിക്കൊരു കാര്യം മനസ്സിലായി, ഇനി ഈ പ്രശ്നത്തെ പരിഹരിക്കണമെങ്കിൽ എന്റെ ഗുരുവിനെ ചെന്ന് സമീപിക്കണം. അദ്ദേഹം എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോൾ താൻ തിരിച്ചറിഞ്ഞു അദ്ദേഹം കാരാഗ്രഹത്തിൽ കിടക്കുക. ആമേൻ. എഫെസോസിലെ മിനിസ്ട്രി കഴിഞ്ഞിട്ട് അദ്ദേഹം കാരാഗ്രഹത്തിൽ കിടക്കുക. ശ്രദ്ധിക്കുക, വളരെ ദീർഘദൂരങ്ങൾ യാത്ര ചെയ്ത് പൗലോസ് കിടക്കുന്ന കാരാഗ്രഹത്തിൽ പോയി തന്നെ സമീപിച്ചിട്ട് ദൈവസഭ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് എപ്പഫ്രാസ് പറയാൻ ഇടയെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ദൈവസഭയെ ഉറപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ദൈവികത്വത്തെ തെളിയിച്ചുകൊണ്ട് റോമൻ കാരാഗ്രഹത്തിനകത്ത് പൗലോസ് എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് കൊലോസ്യർക്കെഴുതിയ ലേഖനം. അപ്പോൾ കൊലോസ്യർക്കെഴുതിയ ലേഖനം അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിനകത്ത് എഴുതിയത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, മറിച്ച് ക്രിസ്തുവിന്റെ ദൈവികത്വത്തെ തെളിയിച്ചുകൊണ്ട് ദൈവസഭയെ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ലേഖനം എഴുതിയത്. സ്തോത്രം. എന്റെ വിഷയം അതൊന്നുമല്ല. നമ്മൾ വായിച്ചു, നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തു യേശുവിന്റെ ദാസനായി എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഇത് പൗലോസ് എപ്പഫ്രാസിനെ കുറിച്ച് പറയുന്നതാണ്. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. എന്റെ വിഷയം, ഈ എപ്പഫ്രാസ് എന്ന് പറയുന്ന ദൈവപുരുഷന് തന്റെ ജ്ഞാനം കൊണ്ട് യേശു ക്രിസ്തു ദൈവമാകുന്നു എന്ന് തെളിയിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവസഭയ്ക്ക് വേണ്ടിയിട്ട് അതിശക്തമായിട്ടുള്ള ഒരു ശുശ്രൂഷ ചെയ്ത അഭിഷക്തനാണ് എപ്പഫ്രാസ്. തുടർന്നുള്ള ദൂതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചോദ്യം ചോദിച്ചേച്ച് കയറാൻ ആഗ്രഹിക്കുന്നു. ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല, വലിയ പ്രസക്തിയില്ല, പക്ഷെ ചോദിക്കാതിരിക്കാനും തരമില്ല. വലിയ പ്രസക്തിയുള്ള ചോദ്യമല്ല, പക്ഷെ ചോദിക്കാതിരിക്കാൻ തരമില്ല. ഈ എപ്പഫ്രാസ് എന്നുള്ള പേര് അഭിഷക്തന്മാരോടല്ല, ദൈവജനത്തോടാണ്. മുമ്പ് കേട്ടിട്ടുള്ളവർ ഒന്ന് കരമുയർത്തിയാട്ടെ. നല്ലതുപോലെ ഉയർത്തണേ. ഉയർത്തുന്നവരല്ല, നല്ലതുപോലെ. ഓക്കെ. പൗലോസിനെ കുറിച്ച് കേട്ടല്ലോ, കരമുയർത്തിയാട്ടെ. യോഹന്നാനെ കുറിച്ച്, അയ്യോ ചിലർ പൗലോസിനെ കുറിച്ച് കേട്ടിട്ടില്ല, ചിലർക്ക് ഇങ്ങനെ കൂഴൊക്കെ വെക്കുന്നത്. പത്രോസിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷെ എപ്പഫ്രാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ചോദിച്ചപ്പോൾ കുറച്ചുപേര് മാത്രം, അല്ലെ, കുറച്ചുപേര് മാത്രം കരം ഉയർത്തി. അതെന്താ? പൗലോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ചോദിച്ചപ്പോൾ എല്ലാവരും ഉയർത്തി. യോഹന്നാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ചോദിച്ചപ്പോൾ എല്ലാവരും ഉയർത്തി. പത്രോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ചോദിച്ചപ്പോൾ എല്ലാവരും ഉയർത്തി. ഞാൻ പറഞ്ഞു, ഈ ചോദ്യം പ്രസക്തിയുള്ള ചോദ്യമല്ല. കാരണം ഇത് വിശുദ്ധ വേദപുസ്തകത്തിനകത്തുള്ള പേരാണ്, വിശുദ്ധ വേദപുസ്തകത്തിനകത്തുള്ള പേരാണ്. എന്നാലും എപ്പഫ്രാസിനെ അറിഞ്ഞുകൂടാത്ത ചില പുള്ളികളൊക്കെ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. സ്വത്രം പറഞ്ഞേ. കാരണം ഞാൻ ഒരു പാസ്റ്റർ മകനായിട്ടാണ് ജനിച്ചത്. എന്നെ പ്രസവിച്ചിട്ടത് ഒരു സഭയില്ല. ഞാനും ഇദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞത് ഈ ഇടയ്ക്കാ ഈ കൊലോസി ലേഖനം പഠിച്ചപ്പോഴാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഞാൻ അന്ന് ചുമ്മാ ഇട്ട് നോക്കിയതാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എന്ന്. നമ്മളെല്ലാവരും തുല്യ പ്രാധാന്യമുള്ളവരാ. ശ്രദ്ധിക്കാം. എനിക്കറിയാം, ഈ തലമുറയിൽ എപ്പഫ്രാസിനെ അങ്ങനെ ഇങ്ങനെയൊന്നും ആരും അറിയപ്പെടാറില്ല. അതെന്താ? എപ്പഫ്രാസിനെ മാത്രം ഈ തലമുറയിലുള്ള ദൈവജനങ്ങൾ അറിയാത്ത കാര്യം എന്നാ? പൗലോസിനെ അറിയുന്നുണ്ട്, യോഹന്നാനെ അറിയുന്നുണ്ട്, പത്രോസിനെ അറിയുന്നുണ്ട്, സ്തേഫാനോസിനെ അറിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത് സ്റ്റാറായ നിരവധി അഭിഷക്തന്മാരെ കുറിച്ച് നമ്മളെല്ലാവരും അറിയുന്നുണ്ട്. പക്ഷെ എപ്പഫ്രാസിനെ കുറിച്ച് എന്താ അറിയാത്ത കാര്യം? ഞാൻ ചിന്തിച്ചു, ഇത് എപ്പഫ്രാസിന്റെ കുഴപ്പമാണോ അതോ നമ്മുടെ കുഴപ്പമാണോ ചിന്തിച്ചു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് നമ്മുടെ ആരുടെയും കുഴപ്പമല്ല, ഇത് എപ്പഫ്രാസിന്റെ തന്നെ കുഴപ്പമാണ്.
അതെന്താ അങ്ങനെ പറയാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എപ്പഫ്രാസിന്റെ നിഴൽ തട്ടി ഒരു രോഗിയും സൗഖ്യമായിട്ടില്ല. ഇദ്ദേഹം ഒരു മരിച്ചവനെ ഉയർപ്പിച്ചിട്ടില്ല. ഇദ്ദേഹം വലിയ സഭയുടെ പാസ്റ്ററല്ല, വലിയ കൺവെൻഷൻ പ്രീച്ചറും അല്ല, വലിയ കോൺഫറൻസിൽ നിന്ന് നിൽക്കുന്ന ആളല്ല. മനസ്സിലായോ? അപ്പോൾ ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, ആ കാലഘട്ടത്തിലും അറിയപ്പെടാത്ത ശുശ്രൂഷകന്മാര് ഉണ്ട്. ഒരുപക്ഷെ ഇപ്പോ ബെന്നിഹിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ മുഴുവനും അറിയും. ജിബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു പേർക്ക് മാത്രമേ എന്ത് ചെയ്തുള്ളൂ. നിങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴെന്നെ പറ്റി നിങ്ങൾ അറിഞ്ഞേ. അതുവരെ ഇങ്ങനെ ഒരു ചെറുക്കൻ ഉണ്ടോന്ന് പോലും നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ബെന്നിഹിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യും? ലോകരാജ്യങ്ങൾ മുഴുവനും ബെന്നിഹിനെ അറിയും. ഇതിനർത്ഥം ജിബിനെ ആർക്കും അറിഞ്ഞുകൂടാ എന്ന് വെച്ചുകൊണ്ട് ഞാൻ ശുശ്രൂഷകൻ അല്ലെന്നല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ അറിയപ്പെടുന്ന ശുശ്രൂഷകന്മാരും ഉണ്ട്, അറിയപ്പെടാത്തവരുമുണ്ട്. ഇതുപോലെ അറിയപ്പെടാത്ത ഒരു ശുശ്രൂഷകനായിരുന്നു എപ്പഫ്രാസ്. അതെന്തുകൊണ്ടാണ് എപ്പഫ്രാസിനെ അറിയപ്പെടാത്ത കാര്യം പറയാം. എപ്പഫ്രാസിന്റെ മിനിസ്ട്രി വെളിപ്പെട്ടത് ആയിരങ്ങൾ 10,000 കൂടുന്ന പൊതുവേദികളിലല്ല, വലിയ കൺവെൻഷൻ വേദികളിലോ വലിയ കോൺഫറൻസിലൊന്നും അല്ല ഈ മനുഷ്യന്റെ മിനിസ്ട്രി വെളിപ്പെട്ട്. മറിച്ച് ആരുമില്ലാത്ത സ്ഥാനത്ത് ഏതൊക്കെ ഒരു 4 ചുമരുകൾക്കകത്തായിരുന്നു ഈ മനുഷ്യന്റെ ശുശ്രൂഷ. അവിടെ ആരുമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അഭിഷക്തന് ആയിരങ്ങൾ 10,000 കൂടുന്ന ജനസമുദ്രത്തിന്റെ നടുവിലുള്ള ശുശ്രൂഷ കണ്ടിട്ടുണ്ട്, ദൈവസഭയ്ക്കകത്തുള്ള ശുശ്രൂഷ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ആരുമില്ലാത്ത സ്ഥാനത്ത് 4 ചുമരുകൾക്കകത്ത് ഇതെന്നാ ശുശ്രൂഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയും, ആയിരങ്ങൾ 10,000 കൂടുന്ന വേദികളെക്കാളും അതിശക്തമായിട്ടുള്ള ശുശ്രൂഷ ആരുമില്ലാത്ത സ്ഥാനത്ത് എടുക്കാൻ പറ്റും. ഏതാ ആ ശുശ്രൂഷ? അദൃശ്യ മണ്ഡലത്തിൽ ഊടാടി പറക്കുന്ന പൈശാചിക സാമ്രാജ്യങ്ങളെ പ്രാർത്ഥനയിൽ പൊട്ടിക്കേണ്ട വിശേഷമായ പ്രാർത്ഥനയുടെ അഭിഷേകം എപ്പഫ്രാസിന്റെ മേലുണ്ടായിരുന്നു. അപ്പോൾ എപ്പഫ്രാസിന്റെ മേൽ വെളിപ്പെട്ട ശുശ്രൂഷ പ്രാർത്ഥനയുടെ മിനിസ്ട്രിയായിരുന്നു. പിതാക്കന്മാർ ആവർത്തിച്ച ഒരു പദം ഇന്ന് രാത്രിയിൽ ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രവാചകന്മാരെ ലോകരാജ്യങ്ങൾ അറിയുന്നുണ്ട്, എഴുത്തുകാരെ ലോകരാജ്യങ്ങൾ അറിയുന്നുണ്ട്, കൺവെൻഷൻ പ്രാസംഗികരെ ലോകരാജ്യങ്ങൾ അറിയും. പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ ആരും അറിയത്തില്ല. ഇന്ന് രാത്രി എപ്പഫ്രാസിനെ എന്തുകൊണ്ട് അറിയത്തില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇന്ന് രാത്രി ഉണർവിന് വേണ്ടി വില കൊടുത്തു പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളുടെ പേരും നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന കോർപ്പറേഷൻ വിട്ടോ പഞ്ചായത്ത് വിട്ടോ പുറത്തു വന്നില്ലെങ്കിലും നിങ്ങളെ അറിയുന്ന ഒരു സ്വർഗമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, 2018 പ്രാർത്ഥിക്കുന്ന ചിലരുടെ പേര് പട്ടണങ്ങളിൽ, രാജ്യങ്ങളിൽ എന്റെ ദൈവം ഉയർത്താൻ പോകുക. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്തോട്ടെ. സ്തോത്രം പറഞ്ഞേ. അപ്പോൾ എപ്പഫ്രാസിനെ അറിയപ്പെടാത്ത കാര്യം ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. ഈ എപ്പഫ്രാസിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് കൊലോസിയ ദൈവസഭയ്ക്ക് വേണ്ടി ഈ ലേഖനം എഴുതുമ്പോൾ തന്നെ പരിചയപ്പെടുത്തിയ ഒരു ശൈലിയുണ്ട്, വളരെ വ്യത്യസ്തമാണ്. എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങൾ പൗലോസ് എഴുതിയെന്ന് അനുമാനിക്കുന്നുണ്ട്. തന്റെ ലേഖനങ്ങളിൽ ഒത്തിരി അഭിഷിക്തന്മാരെ പൗലോസ് പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ എപ്പഫ്രാസിനെ കുറിച്ച് അദ്ദേഹം പരിചയപ്പെടുത്തിയത് വളരെ വ്യത്യസ്തമായ ഒരു നിലവാരത്തിലാണ്. ഒന്ന് വായിക്കാമോ വാക്യം? കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിനകത്ത് എപ്പഫ്രാസിനെ പൗലോസ് പരിചയപ്പെടുത്തിയ ശൈലി വളരെ വ്യത്യസ്തമാണ്. ഒന്ന് വായിച്ചേ. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി, ശ്രദ്ധിക്കേ, അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. ശ്രദ്ധിക്കണേ, അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്ന എപ്പഫ്രാസിനെ കുറിച്ച് തന്റെ ദൈവസഭയിൽ പരിചയപ്പെടുത്തത് ഇങ്ങനെയാ: ഇവൻ നിങ്ങൾക്കു വേണ്ടി ക്രിസ്തു യേശുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകൻ. കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സ്വതന്ത്രം പറഞ്ഞേ. തന്റെ നിജപുത്രനായ തീമോഥെയോസിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ക്രിസ്തു യേശുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി ഏക അഭിഷക്തനുണ്ടെങ്കിൽ എപ്പഫ്രാസ. നിജപുത്രനായ എപ്പഫ്രാസ് എന്നല്ല, കർത്താവിൽ പ്രസിദ്ധനായ എപ്പഫ്രാസ് എന്നല്ല, മറിച്ച് ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകൻ.
ഈ തലമുറയിൽ കർത്താവിൽ പ്രസിദ്ധന്മാരുണ്ട്. നിജപുത്രനായ തീമോഥെയോസിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് അവൻ ആത്മീക ബന്ധത്തിൽ നിന്നല്ല, മറിച്ച് അവൻ ഭൗമികമായ ബന്ധത്തിൽ നിന്ന് പരിചയപ്പെടുത്തിയേ. എന്നാൽ കൊലോസ്യ ദൈവസഭയ്ക്ക് വേണ്ടി കാരാഗൃഹത്തിനകത്ത് കിടന്ന് അവൻ ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസിനോട് ദൈവം എന്നാ പറഞ്ഞു, എപ്പഫ്രാസിനെ കുറിച്ച് എഴുതണ, ഇവൻ ക്രിസ്തു യേശുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനെന്ന്. ഈ തലമുറയിൽ ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവിൽ പ്രസിദ്ധന്മാരെക്കാളും ലോക പ്രശസ്തന്മാരെക്കാളും ക്രിസ്തു യേശുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകന്മാരെ ഈ തലമുറയിൽ ആത്മാവ് തിരയുന്നുണ്ട്. ഇന്ന് രാത്രി പറ, ദൈവം എന്നെ ഈ തലമുറയിൽ പരിചയപ്പെടുത്തുന്നുവെങ്കിൽ വിശ്വസ്തനായ ഒരു ശുശ്രൂഷകനെന്ന് പരിചയപ്പെടുത്തേണ്ടതിന് വേണ്ടിയിട്ട് ഈ തലമുറയിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനങ്ങൾ സഭയിൽ എഴുന്നേൽക്കട്ടെ. സ്തോത്രം. ക്രിസ്തു യേശുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകൻ എന്നുള്ള പദവിക്ക് മറ്റൊരർത്ഥമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷതയിൽ കർത്താവായ യേശുക്രിസ്തു സിംഹാസനത്തിനകത്തിരുന്നുകൊണ്ട് തന്റെ വിശുദ്ധന്മാരെ അഭിസംബോധന ചെയ്ത് വിളിക്കുന്ന നാമം നല്ലവനും വിശ്വസ്തനുമായ എന്റെ ദാസനെ. സ്വത്രം പറഞ്ഞേ, ഈ ലോകത്തിലെ എത്ര വലിയ സംഘടനയുള്ള എത്ര വലിയ പ്രസിഡന്റ് ആയിരുന്നാലും ലോകം നൽകിയ നാമം ഉച്ചരിച്ചുകൊണ്ട് ഒരു വ്യക്തിയും യേശു കർത്താവ് വിളിക്കത്തില്ല. അവൻ കാലഘട്ടങ്ങളെ ഇളക്കിമറിച്ച് കത്തിച്ച പ്രവാചകനാണെങ്കിൽ ലോക പ്രശസ്ത പ്രവാചക എന്ന് കയറി വരാൻ കർത്താവ് പറയത്തില്ല. വലിയവനെയും ചെറിയവനെയും എന്റെ ദൈവം സിംഹാസനത്തിനകത്തിരുന്ന് ഒരുപോലെ അഭിസംബോധന ചെയ്ത് വിളിച്ചു കയറ്റുന്ന ഒറ്റ പേര് നല്ലവനും വിശ്വസ്തനുമായ എന്റെ ദാസൻ. എപ്പഫ്രാസിന് ഈ പേര് ലഭിക്കാൻ യോഗ്യനായി തീർന്നു. കാരണം എന്നാണെന്നറിയാമോ? തന്റെ വാക്കിന്റെ പെരുപ്പമല്ല, തന്നിലൂടെ വെളിപ്പെട്ട അസാധാരണമായ ശുശ്രൂഷയല്ല, മറിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു നല്ലൊരു മനസ്സ്, പ്രാർത്ഥിക്കുന്ന നല്ലൊരു ഉടമയായിരുന്നു എപ്പഫ്രാസ്. അതുകൊണ്ട് സ്വർഗം എപ്പഫ്രാസിനെ കുറിച്ച് പറഞ്ഞു, ഇവൻ ക്രിസ്തു യേശുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനാണ്. സ്തോത്രം പറഞ്ഞോട്ടെ. എത്ര പേർ രാമേം പറയും? ശ്രദ്ധിക്കുക, എപ്പഫ്രാസിന്റെ പ്രാർത്ഥന തികച്ചും വ്യത്യസ്തമാണ്. എപ്പഫ്രാസിന്റെ പ്രാർത്ഥന 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, നമ്മൾ മുൻകൂറി വാക്യമായിട്ട് വായിച്ച വാക്യത്തിനകത്ത് പ്രാർത്ഥന വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു എന്നുള്ള ഈ ഭാഗത്തിനകത്ത് എപ്പഫ്രാസിന്റെ പ്രാർത്ഥന വളരെ വ്യക്തമാണ്. ഇതിനകത്ത് എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ 3 പ്രമേയങ്ങൾ അല്ലെങ്കിൽ 3 സബ്ജക്റ്റുകൾ ഇതിനകത്തുണ്ട്. ആർക്കെങ്കിലും ഒന്ന് പറയാവോ? നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. ഇതിനകത്ത് എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയുടെ 3 സബ്ജക്റ്റുകളുണ്ട്. ഒന്ന് പറയാമോ? ഓക്കെ, റൈറ്റ്. എപ്പഫ്രാസ് 3 വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഈ 3 വിഷയങ്ങൾ പഠിക്കുമ്പോൾ കൊലോസ്യ ദൈവസഭ അഭിമുഖീകരിച്ച പ്രശ്നം വ്യക്തമാണ്. ഒന്നാമതായി എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്നു, ദൈവസഭ തികഞ്ഞവരാകണം. ഒന്നാമത്തെ പ്രാർത്ഥന തികഞ്ഞവരാകണം. രണ്ടാമത്തെ പ്രാർത്ഥന ദൈവസഭ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയണം. മൂന്നാമത്തെ പ്രാർത്ഥന ദൈവസഭ ഉറച്ചു നിൽക്കണം. ശ്രദ്ധിക്കണേ, വളരെ വ്യത്യസ്തമായ 3 പ്രാർത്ഥനകൾ. ഒന്ന്, ദൈവസഭ തികഞ്ഞവരാകണം. 2, ദൈവസഭ ദൈവഹിതം തിരിച്ചറിയണം. 3, ദൈവസഭ ഉറച്ചു നിൽക്കണം. ശ്രദ്ധിക്കണേ, ദൈവസഭ തികഞ്ഞവർ ആകണമെന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ദൈവസഭ എന്തല്ല? തികഞ്ഞിട്ടില്ല. ദൈവസഭ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയണമെന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അർത്ഥം ദൈവസഭ ഇതുവരെയും ദൈവഹിതം തിരിച്ചറിഞ്ഞിട്ടില്ല. ദൈവസഭ ഉറച്ചു നിൽക്കണമെന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അർത്ഥം ദൈവസഭ ഇതുവരെയും ഉറച്ചിട്ടില്ല. അപ്പോ കൊലോസ്യ സഭയുടെ പ്രശ്നം മനസ്സിലായോ? തികയാത്ത, ദൈവഹിതം തിരിച്ചറിയാത്ത, ഉറയ്ക്കാത്ത കൂട്ടമാണ് കൊലോസ്യക്കകത്തുള്ള ഈ 3 പ്രശ്നം. തികഞ്ഞിട്ടില്ല, ദൈവഹിതം തിരിച്ചറിഞ്ഞിട്ടില്ല, ഉറച്ചിട്ടില്ല. ഈ 3 വിഷയം ശ്രദ്ധിക്കണേ. ഈ 3 വിഷയത്തിന് വേണ്ടിയിട്ട് എപ്പഫ്രാസ് പ്രാർത്ഥിച്ചത് ഉറങ്ങിയാണോ പ്രാർത്ഥിച്ചേ? പോരാടി പ്രാർത്ഥിച്ചു.
എപ്പഫ്രാസ് പോരാടി പ്രാർത്ഥിച്ചത് ദൈവസഭ തികഞ്ഞവരാകുവാൻ, ദൈവഹിതം തിരിച്ചറിയാൻ, ഉറച്ചു നിൽക്കാൻ. ഈ തലമുറയിൽ ഞാനും നിങ്ങളും പോരാടി പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയരെ, നമ്മൾ പോരാടി പ്രാർത്ഥിച്ച വിഷയങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഏറ്റവും കൂടുതൽ നമ്മൾ പോരാടി പ്രാർത്ഥിച്ച ഏതൊക്കെ വിഷയത്തിന് വേണ്ടിയിട്ടാണ്? നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ എപ്പഫ്രാസ് പോരാടി പ്രാർത്ഥിച്ചത് തന്നെ ഒരു ഇന്റർനാഷണൽ പ്രവാചകനാക്കാൻ വേണ്ടിയിട്ടല്ല. ശരിയാണോ? അതിനാണോ? സാമ്പത്തിക മണ്ഡലത്തിൽ ഉയരാനല്ല അദ്ദേഹം പോരാടി പ്രാർത്ഥിച്ച്. അദ്ദേഹത്തിന്റെ തലമുറയ്ക്ക് വേണ്ടിയിട്ടല്ല പോരാടി പ്രാർത്ഥിച്ച്. മറിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന ദൈവസഭ തികഞ്ഞവരാകാൻ, തകർന്നുകൊണ്ടിരിക്കുന്ന ദൈവസഭ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാൻ, തകർന്നുകൊണ്ടിരിക്കുന്ന ദൈവസഭ ഉറച്ചു നിൽക്കാൻ പോരാടി പ്രാർത്ഥിക്കുന്ന അഭിഷക്തൻ. സ്വതന്ത്രം പറ. ചുമ്മാതല്ല ദൈവം സ്വർഗം ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനെന്ന് എഴുതി വെച്ചേ. ഈ തലമുറയിലും പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷെ എപ്പഫ്രാസിന്റെ പ്രാർത്ഥന വ്യത്യസ്തമാ പ്രിയരെ. ഇന്ന് രാത്രിയിൽ നാം പോരാടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. തകരുന്ന ഒരു കൂട്ടം ഈ മണ്ണിലുണ്ട്. അവർക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഇന്ന് രാത്രി പോരാടി പ്രാർത്ഥിക്കേണ്ട ഒരു കൃപയ്ക്ക് വേണ്ടി ദൈവസഭ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നാം ഉൾപ്പെട്ടു നിൽക്കുന്ന പ്രാദേശിക ദേശത്തിന് വേണ്ടിയിട്ട് തകരുന്ന ജനതയെ നോക്കിക്കൊണ്ട് പോരാടി പ്രാർത്ഥിക്കാന് സ്വർഗം നമ്മെ വിളിച്ചത്. അപ്പോൾ എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്നു, ദൈവസഭ തികഞ്ഞവരാകണം, ഉറച്ചു നിൽക്കണം, ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയണം. 3 വിഷയങ്ങളിലേക്ക് ഇറങ്ങാൻ സമയത്തിന്റെ പരിമിതിയുണ്ട്. ഒരൊറ്റ വിഷയം മാത്രം തൊടാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ വിഷയം, ദൈവസഭ തികഞ്ഞവർ ആകണം, തികഞ്ഞവരാകണം. ഈ ഒരൊറ്റ വിഷയം. എന്താ ഈ തികഞ്ഞവർ ആകുക എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയാമോ? എന്നതാ ഈ തികഞ്ഞവരാകുക? തികഞ്ഞവരാകുക എന്ന് പറയുന്ന പദത്തിന്റെ അടുത്തൊരു പര്യായ പദം ഞാൻ പറയാം. പക്വത പ്രാപിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മെച്ചൂരിറ്റി എന്ന് പറയും. എന്നതാ പ്രിയരെ ഈ പക്വത പ്രാപിക്കുക, തികഞ്ഞവരാകുക, മെച്ചൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? ആർക്ക് വേണം? ഞാൻ നിങ്ങളുടെ നടുവിൽ ചോദ്യം ചോദിക്കുന്നത് എനിക്കെല്ലാം അറിയാവുന്നത് കൊണ്ടല്ല, മറിച്ച് എന്നെക്കാളും വിദ്യാഭ്യാസമുള്ളവരും ചിന്തിക്കുന്നവരും അറിവുള്ളവരും എന്റെ മുമ്പിൽ വിളിക്കുന്നത്. നിങ്ങൾ ഒരു ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കൊരു പുതിയൊരു ദൂതായിരിക്കും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്നതാ പ്രിയരെ ഈ തികഞ്ഞവരാകുക, പക്വത പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്നെ പറ്റ ഓക്കെ, പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുക, ഒരു പൂർണ്ണത. ഓക്കെ, എല്ലാവരും പക്വത പ്രാപിച്ചവരാണോ? നമ്മളൊക്കെ ചിലപ്പോഴ് ഈ തലമുടിയൊക്കെ നരച്ച ചിലർ നോക്കി പറയും, തലമുടിയെല്ലാം നരച്ച് നല്ല പ്രായമൊക്കെ, പക്ഷെ പക്വത 7 അയലോക്കത്തൂടെ പോയിട്ടില്ല. നമ്മൾ പറയാറുണ്ടല്ലേ. എന്നത് ഈ പക്വത പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ പറയാം. ഒരു ഡെഫിനിഷൻ പറയാവേ. പക്വത പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ വർഷം കഴിയും തോറും നമ്മുടെ ഏജ് കൂടാറുണ്ട് അല്ലെ? വയസ്സ് കൂടും. വയസ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരം എന്ത് ചെയ്യും? വളരും. വയസ്സ് കൂടുന്നതിനനുസരിച്ച്, ശരീരം വളരുന്നതിനനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിനകത്തുണ്ടാകുന്ന ഡെവലപ്മെന്റ് ആണ്, വളർച്ചയാണ് പക്വത പ്രാപിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ എനിക്ക് 25 വയസ്സായി. 25 വയസ്സായ ഞാൻ 6 വയസ്സുകാരനെ പോലെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത് നിങ്ങൾ എന്നാ പറയും? ചെറുക്കൻ 25 വയസ്സായി, എന്നിട്ട് കൊച്ചു ചെറുക്കനെന്നാണ്, പ്രായത്തിന്റെ ഒരു പക്വതയൊന്നും വെളിപ്പെട്ടിട്ടില്ല. അപ്പോ പക്വത വെളിപ്പെടേണ്ടത് നമ്മുടെ സ്വഭാവത്തിനകത്താണ്. എത്ര പേർ ആമേൻ പറയും? 25 വയസ്സായെങ്കിൽ ഞാൻ 25 വയസ്സുകാരന്റെ സ്വഭാവം കാണിക്കണം. ഇപ്പൊ കൊലോസ്യ സഭയുടെ പ്രശ്നം നിങ്ങൾ നോക്കിയോണേ. കൊലോസ്യ സഭയുടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഇവരുടെ വയസ്സ് കൂടുന്നുണ്ട്, ശരീരം വളരുന്നുണ്ട്, പക്ഷെ ക്യാരക്ടറിന് ഒരു വളർച്ചയില്ല. എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിനൊരു വളർച്ച ഇല്ല. ശ്രദ്ധിക്കുക,
നമ്മുടെ വയസ്സ് കൂടുന്നുണ്ട്, ശരീരം വളരുന്നുണ്ട്, നമ്മുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ് ആയില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന പരാജയം ചതിക്കപ്പെടേണ്ട സാധ്യത കൂടുതലാണ്. മനസ്സിലായോ? ചതിക്കപ്പെടേണ്ട സാധ്യത കൂടുതൽ. ഞാൻ പറഞ്ഞു, ഈ വളർന്നു വരുന്ന കൊച്ചു പിള്ളേരൊക്കെ പക്വത പ്രാപിക്കാത്തവരാ. അവർ കാര്യങ്ങളെ തിരിച്ചറിയേണ്ട കാര്യബോധമില്ലാത്തവരാ. കാരണം മുതിർന്നവരായ നാം പറഞ്ഞു കൊടുക്കുന്നതാണ് അവരുടെ അറിവ്. വളർന്നു വരുന്ന ഒരു കൊച്ചു പൈതലിനെ എഴുന്നേപ്പിച്ചിട്ട്, കുഞ്ഞു പൈതല, അവൻ ഈ ലോകത്തെ കുറിച്ച് പഠിച്ചു വരുന്നതേ ഉള്ളൂ, ആനയെ കാണിച്ചിട്ട് മുയലാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ആന എന്തെന്നേ പറയത്തുള്ളൂ? മുയലാന്നേ പറയത്തുള്ളൂ. അവൻ ഇച്ചിരിയുടക്കം വളർന്നു വലുതായി പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആനയെ കാണുമ്പോൾ മുയലെന്ന് പറയുമ്പോൾ അറിവുള്ളവർ പറയടാ മോനെ, അത് ആനയല്ല, അത് മുയല. ഞാൻ പറയാം, കുഞ്ഞിലെ ആനയെ കാണിച്ചിട്ട് മുയലാന്ന് ഇവനെ പറഞ്ഞു പഠിപ്പിച്ചപ്പോൾ ഇവൻ അത് ആനയെ മുയലാന്ന് വിശ്വസിക്കേണ്ട കാര്യം എന്നാണെന്നറിയാവോ? അത് ആനയാണോ മുയലാണോ എന്ന് ചിന്തിക്കേണ്ട കാര്യപ്രാപ്തി. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ പക്വത പ്രാപിച്ചില്ലെങ്കിലുള്ള പ്രശ്നം, ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കേണ്ട കാര്യപ്രാപ്തി കാണത്തില്ല. കേൾക്കുന്നതെല്ലാം അതുപോലെ അങ്ങ് വിശ്വസിക്കും. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഡേഞ്ചറാണ്. മനസ്സിലായോ? കേൾക്കുന്നതല്ല അതുപോലെ വിശ്വസിക്കുന്നെങ്കിൽ അത് ഡേഞ്ചറാണ്. അടുത്ത കൊലോസ്യ ദൈവസഭയായിട്ട് ഞാൻ കണക്ട് ചെയ്യാം. എന്താ കൊലോസ്യ സഭയുടെ പ്രശ്നം? ഇവരുടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, കേൾക്കുന്നതെല്ലാം അതുപോലെ വിശ്വസിക്കും. അതുകൊണ്ടാണ് എപ്പഫ്രാസ് കൂട്ടരും വന്ന് പ്രസംഗിച്ചു, യേശു ക്രിസ്തു പൂർണ്ണ ദൈവം. അതിന്റെ പിന്നാലെ പരീശന്മാർ വന്ന് പറഞ്ഞു, യേശു കർത്താവ് പൂർണ്ണ ദൈവമൊന്നും അല്ല. അപ്പോൾ ഇവര് യേശു കർത്താവ് പൂർണ്ണ ദൈവമാണെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചു. പരീശന്മാർ അതിന്റെ പിന്നാലെ യേശു പൂർണ്ണ ദൈവം അല്ലെന്ന് പറഞ്ഞപ്പോഴും അർത്ഥം എന്ത് കേട്ടാലും വിശ്വസിക്കുന്ന ഒരു കൂട്ടം. എത്ര പേര് ദൂത് മനസ്സിലാക്കുന്നുണ്ട്? ഇത് പരാജയമാണ്. കാരണം ഇവർ കേട്ട കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കേണ്ട കാര്യപ്രാപ്തി കൊലോസ്യ ദൈവസഭയ്ക്കില്ലായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം. കേൾക്കുന്നത് അതുപോലെ വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടറാണ് നാമെങ്കിൽ ദൈവാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, പക്വത പ്രാപിച്ചിട്ടില്ല, തികഞ്ഞിട്ടില്ല. നിന്റെ ഈ യാത്ര ചതിക്കുഴിയിലേക്കാണ്. എവിടെയോ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, പക്വത പ്രാപിക്കുക. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പക്വത പ്രാപിച്ചവരെയും പക്വത പ്രാപിക്കാത്തവരെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്ന് രണ്ട് ക്യാരക്ടറുകൾ പഴയ നിയമത്തിനകത്ത് നിന്നും പുതിയ നിയമത്തിനകത്ത് നിന്നും പരിചയപ്പെടുത്തിയിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ ചരിത്രം പഠിക്കുമ്പോൾ മോശയെ നോക്കുക, ഇസ്രായേൽ മക്കളെ നോക്കുക. മോശയുടെ സ്വഭാവത്തിനും ഇസ്രായേൽ മക്കളുടെ സ്വഭാവത്തിനും വ്യത്യാസമുണ്ട്. കാരണം മോശ വന്ന വഴിയും ഇസ്രായേൽ മക്കൾ വന്ന വഴിയും രണ്ടും രണ്ട്. മോശ വന്നത് ഹോരേബിൽ മുൾപ്പടപ്പിൽ കത്തിയ ദൈവിക മഹത്വം കണ്ട മോശ വന്ന്. എന്നാ ഇസ്രായേൽ മക്കൾ വന്നത് ഹോരേബിൽ കത്തിയ ദൈവിക മഹത്വം കണ്ടല്ല, മറിച്ച് മോശയുടെ വെളിപ്പെട്ട ബാധ കണ്ട ഇസ്രായേൽ മക്കൾ വന്നേ. ബാധ കണ്ടിറങ്ങിയ ഇസ്രായേൽ മക്കളും മഹത്വം കണ്ടിറങ്ങിയ മോശയും സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്. ഇന്ന് രാത്രി ഈ സെക്ഷന്റെ പ്രത്യേകത, ഈ സെക്ഷൻ കഴിയുമ്പോൾ ചിന്തിച്ചോണം, നാം പക്വത പ്രാപിച്ചവരാണോ അല്ലയോ എന്ന്. നാം ബാധ കണ്ടിറങ്ങിയവരാണോ അതോ മഹത്വം കണ്ടിറങ്ങിയവരാണോ എന്ന് ഇന്ന് രാത്രി ചിന്തിച്ചോ. ശ്രദ്ധിക്ക, മഹത്വം കണ്ടിറങ്ങിയ മോശ, ബാധ കണ്ടിറങ്ങിയ ഇസ്രായേൽ മക്കൾ. നമുക്കറിയാം, മോശ 120 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. 120 വർഷം. അവൻ 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് രാജകീയ ഭോജനത്തോടെ, രാജകീയ പ്രൗഢിയോട്, രാജകീയ വാഴ്ചയോടെ ജീവിച്ച മോശ പിന്നീടുള്ള ഒരു 40 വർഷം വളരെ ഔപചാരികമായിട്ട് അമ്മായിയപ്പന്റെ ആടുമാടികളെ മേച്ചുകൊണ്ട് വനാന്തരത്തിൽ, പിന്നീടുള്ള ഒരു 40 വർഷം അവൻ നിയോഗത്തിന്റെ പ്രയാണമായ മരുഭൂമിവാസം. രണ്ടാമത്തെ പീരീഡിന്റെ ഒടുവിലത്തെ നിമിഷത്തിൽ മോശയ്ക്ക് വേണ്ടിയിട്ട് എന്റെ ദൈവം ഹോരേബിൽ മുൾപ്പടപ്പിൽ പ്രത്യക്ഷനായി. ആമേൻ പറ. ശ്രദ്ധിക്കു പ്രിയരെ, എന്റെ ദൈവം മോശയ്ക്ക് വേണ്ടി പ്രത്യക്ഷനായത് ഹോരേബിലാണ്.
ഹോരേബിൽ മുൾപ്പടപ്പിൽ ആമൻ ഒരു തീയായിട്ട് എന്റെ ദൈവം പ്രത്യക്ഷനായത്. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. എന്റെ ദൈവം ആമൻ മോശയ്ക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു മരമായിരുന്നു മുൾപ്പടപ്പ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ശ്രദ്ധിക്കണം പ്രിയരെ, ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ ആദിയിലുണ്ടാക്കിയ ഏതേം തോട്ടത്തിനകത്ത് മുൾപ്പടപ്പെന്ന് പറയുന്ന ഒരു മരമില്ല. മുൾപ്പടപ്പ് നമ്മുടെ പട്ടണത്തിൽ പെരുകിയത് ശാപത്തിന്റെ സൂചനയാല്. കർത്താവ് ഭൂമിയെ നോക്കി ശപിച്ചു, മുള്ളുകളും പറക്കാരകളും കൊണ്ട് ഭൂമി നിറയട്ടെ എന്ന് അർത്ഥം. മുൾപ്പടപ്പ് എന്ന് പറയുന്നത് ശപിക്കപ്പെട്ടതാണ്. അടുത്തത് ശ്രദ്ധിക്കണേ. എന്റെ ദൈവം 20 ലക്ഷത്തിൽ പരം വരുന്ന ജനത്തെ പുറത്തു കൊണ്ടുവരാൻ ഒരു നിയോഗത്തിന്റെ തീ കത്തിച്ചത് ശപിക്കപ്പെട്ട മുൾപ്പടപ്പിന്റെ മേലായിരുന്നു. എത്ര പേർ ആമേൻ പറയും? ഹോരേബിന്റെ പർവ്വതത്തിൽ മുൾപ്പടപ്പിനേക്കാളും വിലമതിപ്പുള്ള ശ്രേഷ്ഠകരമായിട്ടുള്ള ഭംഗിയുള്ള മനോഹരമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന അനുഗ്രഹീതമായ ഒത്തിരി നല്ല മരങ്ങൾ ഹോരേബിന്റെ പർവ്വതത്തിലുണ്ട്. പക്ഷേ എന്റെ ദൈവം എന്തിനാ ഈ മുൾപ്പടപ്പിന്റെ മേൽ ഈ തീ കത്തിച്ചേ? ശ്രദ്ധിക്ക് പറയാൻ ഒരു ദൂത് പറയാം. ഒരിക്കൽ ഈ മുൾപ്പടപ്പ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കർത്താവേ, അങ്ങയുടെ ആദിമ സൃഷ്ടിയിൽപ്പെട്ട ഒരു മരമല്ല ഞങ്ങൾ, ശാപത്തിന്റെ സൂചനയാൽ ഈ ഭൂമിയിൽ വെളിപ്പെട്ട വൃക്ഷമാ മുൾപ്പടപ്പ്. പക്ഷെ ഞങ്ങൾ ശാപത്തിന്റെ സൂചനയാണേലും ഇത്ര ദിവസം വരെ വേദനാജനകമായ അവസ്ഥയിലൂടെയാ ഈ ഹോരേബിന്റെ പർവ്വതത്തിൽ ഞങ്ങൾ നീങ്ങുന്നേ. ഈ ഹോരേബിന്റെ പർവ്വതത്തിൽ നിരവധി വ്യക്തികൾ വരാറുണ്ട്. ഈ വരുന്നവരാരും മുൾപ്പടപ്പായ ഞങ്ങളെ ആരും തൊടാറില്ല, ഞങ്ങളുടെ അടുത്ത് ആരും വന്നിരിക്കാറില്ല, ഞങ്ങളുടെ അടുത്ത് ആരും വന്നിരുന്ന് ആശ്വാസം നേടാറില്ല. പക്ഷേ ഞങ്ങളുടെ സമീപത്തൂടെ കടന്നു വന്ന് മറ്റു മനോഹരമായ വൃക്ഷങ്ങളെ തലോടുമ്പോൾ, അതിന്റെ അടുത്തിരിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങളുടെ ഹൃദയം വേദനിക്കുമായിരുന്നു. ഈ ഹോരേബിൽ ഞങ്ങളുടെ അടുത്തിരിക്കാൻ ആര് വരുമെന്ന് പലപ്പോഴും ചിന്തിച്ചു വേദനിച്ച ഒരു നിമിഷം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഈ പ്രാർത്ഥന എന്റെ ദൈവം കേട്ടിട്ട് 20 ലക്ഷത്തിൽ പരം വരുന്ന ജനത്തിന്റെ കെട്ടഴിക്കാൻ ആമേൻ ഒരു നിയോഗത്തിന്റെ തീ എന്റെ ദൈവം കത്തിച്ചത് ഒരു ശപിക്കപ്പെട്ട മുൾപ്പടപ്പിന്റെ മേലായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഇന്നലകളിൽ ഏതൊക്കെ കുടുംബത്തിന്റെ അകത്തളത്തിൽ ശാപമെന്ന് മുദ്രകുത്തിയ നമ്മെ ശാപത്തെ മാറ്റി ഇതിനകത്ത് കൊണ്ടിരുത്തി കത്തിക്കുന്നത് എന്താണെന്നറിയാമോ? ചില മിശ്രമ്യ ബന്ധനത്തെ അഴിക്കാൻ വേണ്ടിയിട്ട്. അതരമന സന്തല പ്രഭാതിയാണ്. ജീസസ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം പ്രിയരെ, ഇന്നലകളിൽ തള്ളപ്പെട്ട അവസ്ഥയിൽ കിടന്നതല്ലേ, ആർക്കും വേണ്ടാത്ത അവസ്ഥയിൽ എവിടേക്ക് കിടന്നതല്ലേ, ഒന്നിനും കൊള്ളത്തില്ല, നീ മുള്ളാണ്, നീ വേദനാജനകമാണ്, നിനക്കൊരു ഭാവിയില്ല, നിനക്കൊരു ശുശ്രൂഷയില്ല, നിനക്കൊരു ഉയർച്ചയില്ലെന്ന് കുടുംബക്കാരും നാട്ടുകാരും നമ്മെ നോക്കി മുദ്രകുത്തിയില്ലേ. പക്ഷെ അതിന്റെ അകത്തുനിന്ന് നമ്മെ പുറത്തു കൊണ്ടുവന്നത് ഈ ലോകത്തിലെ മതപുരോഹിതന്മാരല്ല, തകർച്ചക്കകത്ത് വെളിപ്പെട്ട ഒരു അഭിഷേകമാ. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ തീ നമ്മൾ കത്തിക്കഴിഞ്ഞാൽ മാന്യതയല്ലാത്ത മേഖലയിൽ നല്ല ഫലത്തോടെ ദൈവം നമ്മെ പുറത്തെടുക്കാൻ പോകുക. ഇന്ന് രാത്രി മുൾപ്പടപ്പിന്റെ അവസ്ഥയിലൂടെ നീങ്ങുന്ന ചിലരെ നോക്കി ആണ്ടാവ് വിളിച്ചു പറയുന്നു, നിന്നിൽ വെളിപ്പെട്ട മുള്ള നിന്നെ ഒതുക്കി മാറ്റി നിർത്താനല്ല, മറ്റു ശ്രേഷ്ഠകരമായ മരത്തിൽ കത്തിക്കാത്ത ഒരു തീ നിന്റെ മേൽ കത്തിക്കുവാൻ സ്വർഗത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം. എത്ര പേർ ആമേൻ പറയും? മുൾപ്പടപ്പിന്റെ മേൽ തീ കത്തിയപ്പോൾ മുൾപ്പടപ്പിന്റെ അവസ്ഥ മാറാൻ തുടങ്ങി. എത്ര പേർ ആമേൻ പറയും?
മുള്ളുകളുടെ ഇടയിൽ നല്ല ഫലം കായ്ക്കത്തില്ലായിരുന്നു, കാരണം ശാപത്തിന്റെ സൂചനയാ. പക്ഷെ അന്ന് ഹോരേബിൽ കത്തിയ തീ ഉണ്ടല്ലോ, മുള്ളുകൾക്കിടയിൽ നല്ല ഫലങ്ങൾ ദൈവം പുറപ്പെടുവിക്കാൻ കൊണ്ടുവന്നു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞു, ഇന്ന് അനേകം മധുരമുള്ള മനുഷ്യന്റെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള അനേകം ഫലങ്ങൾ പുറത്തു വരുന്നത് മുള്ളുകൾക്കിടയിൽ നിന്ന്. എന്താണെന്നറിയാമോ? ദൈവം ശുദ്ധീകരിച്ചതിനെ, ദൈവം തീ അയച്ച് ശുദ്ധീകരിച്ചതിനെ ആർക്കും ശാപമെന്ന മുദ്ര കുത്താൻ പറ്റത്തില്ല. ദൈവം നിന്നെ ശുദ്ധീകരിച്ചെങ്കിൽ ലോകത്തിന്റെ ഒരു വിമർശകർക്കും ലോകത്തിന്റെ ഒരു പൈശാചിക മേഖലകൾക്കും നിന്നെ താഴ്ത്താൻ പറ്റത്തില്ല. ശ്രദ്ധിക്കു പ്രിയരെ, ഇന്നലകളിൽ നമ്മൾ മുൾപ്പടപ്പായിരുന്നില്ലേ? നമ്മൾ മുൾപ്പടപ്പായിട്ട് ഏതോ ഹോരേബിൽ ഈ അഭിഷേകം നമ്മളിൽ വീഴുന്നതിന് മുമ്പായിട്ടും മറ്റുള്ളവനെ വേദനിപ്പിക്കുന്ന മദ്യപാനം നമ്മുടെ മേലുണ്ടായിരുന്നു. ആവശ്യമില്ലാത്ത പദങ്ങൾ നമ്മുടെ അതരത്തിനകത്ത് പറയുമായിരുന്നു. കുടുംബത്തിനകത്തൊരു ഉയർച്ചയില്ലായിരുന്നു. ആമേൻ. സമൂഹത്തിൽ നല്ല വിലയില്ലായിരുന്നു. നമ്മെ പലരും തള്ളിക്കളഞ്ഞതല്ലേ. പക്ഷേ ഈ മാന്യതയൊക്കെ എപ്പോഴാ വന്നേ? എപ്പോഴാ മദ്യപാനം അകന്നുപോയേ? എപ്പോഴാ നിന്നെ വേദനിപ്പിക്കുന്ന രോഗബന്ധനം മാറിപ്പോയത്? ഈ അഭിഷേകം നമ്മളിൽ കത്തിയപ്പോ. ഇന്നു രാത്രി ഇന്നലെ ആർക്കും വേണ്ടാത്ത നമ്മെ ഇന്ന് ലോക രാജ്യങ്ങൾ മാനിക്കുന്ന കാര്യമല്ല, ഒരു അഭിഷേകം വീണതുകൊണ്ട്. സ്തോത്രം. എത്ര പേർ ആമേൻ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ട്, ഞാൻ ഒരു പാസ്റ്റർ മകനായിട്ടാണ് ജനിച്ചേ. ഒരു പാസ്റ്റർ മകനായിട്ട് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത് എന്റെ 17ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോഴാണ്. 17ാമത്തെ വയസ്സിൽ 17ാമത്തെ വയസ്സ് വരെ എന്റെ ചർച്ചിൽ പോകുമ്പോൾ അവിടുത്തെ സഹോദരന്മാരും എല്ലാരും വിളിക്കുന്നത്, എടാ ജിബിനെ, എന്താടാ, വാടാ ഇവിടെ ഇരിയടാ, ഞാൻ ആരാധിച്ചില്ലെങ്കിൽ എന്നെ നുള്ളും. ഉള്ളതാ. ഇവരൊക്കെ പോലെ ഞാനും വളർന്നേ. അവിടെ തച്ചാന്മാര് വഴക്ക് പറയൂ എന്നെ. പക്ഷേ ഈ അഭിഷേകം എന്റെ മേൽ വെളിപ്പെട്ട് ഈ പുസ്തകം എടുത്തപ്പോൾ എടാ ജിബിനെ എന്ന് വിളിച്ചവർ ഇപ്പോൾ അഭിഷക്തിനെ എന്ന് വിളിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ ചർച്ചിൽ പോകുമ്പോൾ എന്നേക്കാൾ പ്രായമുള്ള അച്ഛന്മാർ ഞാൻ ചെന്ന് കയറുമ്പോൾ മുണ്ടൊക്കെ താഴ്ത്തിയിട്ട് എഴുന്നേറ്റ് നിൽക്കും. എന്റെ പ്രായം കണ്ടോണ്ടല്ല, പാസ്റ്റർ മകനായതുകൊണ്ടുമല്ല, മറിച്ച് അഭിഷേകം വെളിപ്പെട്ടപ്പോഴാണ്. ശ്രദ്ധിക്കു പ്രിയരെ, ഇന്നലകളിൽ നമ്മെ ലോകം അവഗണിച്ച നിമിഷം ഉണ്ടായിരുന്നില്ലേ? പക്ഷെ ഈ കൃപയ്ക്കകത്ത് വന്ന് ഈ അഭിഷേകം നമ്മുടെ മേൽ ചലിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്നലെ വരെ മാനിക്കാത്തവർ നാം ചെന്ന് കയറുമ്പോൾ എഴുന്നേറ്റുന്ന കാര്യം എന്നറിയാമോ? നമ്മുടെ പേരിന്റെ പവറല്ല, നീ മേടിക്കുന്ന സാലറിയുടെ ക്വാളിറ്റി അല്ല, വെളിപ്പെട്ട അഭിഷേകത്തിന്റെ പവറാ. നിന്നിൽ വെളിപ്പെട്ട അഭിഷേകം ഉണ്ടല്ലോ, അവഗണനകളെ മാറ്റിക്കളയും. നിന്നിൽ വെളിപ്പെട്ട അഭിഷേകം, നിന്നെ റെസ്പെക്ട് ചെയ്യാത്തവർ നീ ചെന്ന് കയറുമ്പോൾ നിന്നെ റെസ്പെക്ട് ചെയ്യും. ഇതാ അഭിഷേകത്തിന്റെ ശക്തി. സ്തോത്രം പറ. ഇന്ന് രാത്രി ഞാൻ പറയാം, അങ്ങ് തിരുവനന്തപുരത്തുള്ള എന്നെ ഈ കൊച്ചിയിൽ ജിഫി പാസ്റ്റർ വിളിച്ചു എന്നെ ഇവിടെ കൊണ്ടുവന്നത് ജോയ്ക്കുട്ടി പാസ്റ്റർ മോനായതുകൊണ്ടല്ല, എനിക്കൊരു ശുശ്രൂഷയുള്ളത് കൊണ്ടാണ്, ഒരു അഭിഷേകം ഉള്ളത് കൊണ്ടാണ്. എന്തിനാ പ്രിയ ജിക്സൺ അച്ഛാണ് ഇവിടെ പാടാൻ വേണ്ടിയിട്ട് അഭിഷക്തൻ ക്ഷണിച്ച കാര്യം എന്തെന്നറിയാവോ? ഈ സഭയുടെ മെമ്പറാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇദ്ദേഹത്തിന് മേലൊരു അഭിഷേകം ഉള്ളത് കൊണ്ടാണ്. എത്ര പേർ ആമേൻ പറയും? ഇന്ന് രാത്രി ജിഫ്രി പാസ്റ്ററിനെ നിങ്ങളെല്ലാവരും ബഹുമാനിക്കുന്ന കാര്യം എന്നാണെന്നറിയാവോ? പാസ്റ്റർ പേര് ജിഫ്രി ആയതുകൊണ്ടല്ല, അദ്ദേഹത്തിന് ഉയരവും പൊക്കവും കളറും ഉള്ളത് കൊണ്ടല്ല, അഭിഷക്തന്റെ മേലൊരു അഭിഷേകം ഉള്ളത് കൊണ്ടാണ്. ഇന്നു രാത്രി നമുക്ക് വെളിപ്പെട്ട മാന്യതകൾ മുഴുവനും നമ്മുടെ കുടുംബത്തിന്റെ മഹിമ കൊണ്ടല്ല പ്രിയരെ, നമ്മളിൽ വെളിപ്പെട്ട അഭിഷേകമാണ്. സ്തോത്രം പറഞ്ഞേ പ്രിയരെ.
ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ജിബിനെ കർത്താവ് അയച്ചത് എനിക്ക് ബന്ധങ്ങളുള്ളത് കൊണ്ടല്ല, മറിച്ച് അഭിഷേകമുള്ളത് കൊണ്ടാ. ഇന്ന് രാത്രി എന്റെ ഞാൻ +2 കുത്തിയോ പ്രിയരെ, പിന്നെ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുള്ളൂ. ലോകത്തിന്റെ വലിയ ജ്ഞാനവും വലിയ വിദ്യാഭ്യാസവും എനിക്കില്ല. പക്ഷേ എന്റെ ചെറിയ പ്രായം മുതൽ ലോകരാജ്യങ്ങളിൽ കർത്താവ് എന്നെ അയച്ചത് എന്റെ മിടുക്കല്ല, എന്നിൽ ചലിച്ച അഭിഷേകമാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, നിന്നിൽ അഭിഷേകം ചലിച്ചു കഴിഞ്ഞാൽ നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. നിന്റെ മുമ്പിൽ അടയപ്പെട്ട വാതിൽ തുറക്കും. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, നിന്റെ മുമ്പിൽ സകല വാതിലും അടയപ്പെട്ടിരിക്കുന്നുവോ? ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ മുമ്പിൽ വിധേയപ്പെട്. ഒരു തീയുടെ മുമ്പിൽ വിധേയപ്പെട്. ഇന്നലെ വരെ വെളിപ്പെടാത്ത, ഇന്നലെ വരെ കായ്ക്കാത്ത ചില ഫലങ്ങൾ നിന്നിൽ കായ്ക്കാൻ പോകുക. സ്തോത്രം. എത്ര പേർ ആമേൻ പറയാം? ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ മുൾപ്പടപ്പിന്റെ അവസ്ഥ മാറിയത് ഈ തീ കത്തിയപ്പോഴാണ്. 20 ലക്ഷത്തിന്റെ ബന്ധനത്തെ അഴിക്കാൻ എന്റെ ദൈവം തിരഞ്ഞെടുത്തത് മുൾപ്പടപ്പിനെ. സ്തോത്രം പറ. ഇന്ന് രാത്രി നാം കത്തിക്കഴിഞ്ഞാൽ ചില ബന്ധനമൊക്കെ അഴിയാൻ പോവാം. എന്തിനാ നമ്മെ തിരഞ്ഞെടുത്തത്? നമ്മുടെ കുടുംബത്തെ മാത്രം നേടാനല്ല, അവൻ കുടുംബത്തിനകത്തൊരു വിഷയം വരുമ്പോ പോരാടി പ്രാർത്ഥിക്കാനല്ല, തകർന്നുകൊണ്ടിരിക്കുന്ന ചില മിശ്രേമിയ ബന്ധനങ്ങൾ ചിലതിനെ തകർത്തുകൊണ്ടിരിക്കുക. അതിനെ പുറത്തു കൊണ്ടുവരാനാ മുൾപ്പടപ്പായ നിന്നെ ഇതിനകത്ത് കയറ്റി കത്തിച്ചത്. ഈ തലമുറയിൽ കത്താൻ തയ്യാറാകുക. സഭയുടെ അവസ്ഥയെ മാറ്റിമറിക്കുന്ന ഒരു തീ ജനത്തിന്റെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് കത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ഈ നിയോഗത്തിന് വേണ്ടിയിട്ട് ദൈവസഭ സമർപ്പിച്ചോ, നമ്മുടെ അവസ്ഥ മാറാൻ പോകുക. ശ്രദ്ധിക്കണേ. മുൾപ്പടപ്പിൽ കത്തിയ ദൈവിക മഹത്വം കണ്ടിറങ്ങിയ മോശയിലൂടെ 10 ബാധകൾ കണ്ടിറങ്ങിയ ഇസ്രായേൽ മക്കൾ. സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്. ഇസ്രായേൽ മക്കൾ ഇറങ്ങിത്തിരിച്ചത് 10 ബാധ കണ്ട എന്ന് പറഞ്ഞാൽ വടി പാമ്പാകുന്നത് കണ്ട്, വെള്ളം രക്തമാകുന്നത് കണ്ട്, തേന് വർദ്ധിക്കുന്നത് കണ്ട്, തവള പെരുകുന്നത് കണ്ട്, ഇതൊക്കെ കണ്ട ഇസ്രായേൽ മക്കൾ ഇറങ്ങുന്നേ. സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്. 9 ബാധകൾ ദൈവം അയച്ചിട്ടും ഫറവോന്റെ ഹൃദയം കഠിനമായിക്കൊണ്ടിരുന്നു. 10ാമത്തെ ബാധയായ സംഹാരകനെ ദൈവം അയച്ചു. ആദ്യ ജാതന്മാരെയെല്ലാം കൊന്നൊടുക്കിയപ്പോ ഫറവോൻ പറഞ്ഞു, ജനത്തെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ശ്രദ്ധിക്കണേ. അതിനു മുമ്പായിട്ട് ഒരു രസകരമായിട്ടൊരു ദൂത് പറയാം. എന്റെ ദൈവം ഓരോ ബാധയിലും ഓരോ ദൂത് ഫറവോനെ നോക്കി പറയുകയായിരുന്നു. നമുക്കറിയാം 10 ബാധകളിൽ ഒന്നായിരുന്നു ദൈവ തവള എന്ത് ചെയ്തു? പെരുക്കി അല്ലേ? തവള പെരുക്കി. ഇസ്രായേൽ മുഴുവൻ തവള കൊണ്ട് വ്യാപരിച്ചു. ഒരു പ്രഭാതത്തിൽ ഫറവോൻ എഴുന്നേറ്റപ്പോൾ ഫറവോന്റെ നെഞ്ചത്തും ശരീരത്തും മുഴുവൻ തവള എന്നിട്ട് പറയാ ഫറോ എന്ന്. എന്നാന്ന്? ഫറോ. പെട്ടെന്ന് ചാടി എഴുന്നേറ്റിരുന്നതും താഴെ കിടന്നുകൊണ്ട് കുറെ തവളകൾ കിറോ ഫറോ കിറോ എന്ന് പറഞ്ഞാൽ, എടാ ഫറവോനെ, എന്റെ ജനത്തെ നീ വിട്ടയച്ചില്ലെങ്കിൽ നിന്നെ കീറിക്കളയുമെന്ന്. തവളയുടെ സൗണ്ട് അങ്ങനെയല്ലേ? ഇവിടെ ഒത്തിരി കായലുണ്ട്, നിങ്ങൾ പോയി നോക്കണം. ഫറോ കിറോ എന്നൊക്കെ വിളിച്ചുകൊണ്ട് കിടക്കും. സ്വത്രം പറഞ്ഞ് എത്ര റാമേം പറയും. ശ്രദ്ധിക്കണേ. അർത്ഥം ഓരോ ബാധക്കകത്തും ഫറവോനുള്ള ദൂത. തവള പറഞ്ഞിട്ടും കേൾക്കാത്തതുകൊണ്ട് ദൈവം സംഹാരകനെ അയച്ചു. കീറാൻ തുടങ്ങിയപ്പോൾ വിട്ടെടുക്കാൻ തുടങ്ങി. ദൈവം പറയുന്നു, ചില ആരാധനയുടെ ശക്തിയൊന്നും പട്ടണത്തിൽ വെളിപ്പെട്ടിട്ട് ദേശത്തിന്റെ അധിപതി വിടുന്നില്ല. ഈ 2018 അധിപതി നമ്മൾ കീറാൻ പോവാ. ജനത്തെ തടയുന്ന, ആരാധനയെ തടയുന്ന, സഭയുടെ വളർച്ചയെ തടയുന്ന മിസ്രൈമിന്റെ ശക്തികളെ, ഫറവോന്യ ബന്ധനത്തെ കീറുന്ന ഒരു ആത്മഫലം ഇന്ന് രാത്രിനകത്ത് വെളിപ്പെടാൻ പോകുന്നു.
ജനത്തെ വിടത്തില്ലെന്ന് വാദിച്ചു ആത്മാ പറയുന്നു. ആമേൻ. ഈ ഫ്രൈഡേ മീറ്റിംഗിനകത്ത് ഈ ഒരു കൂട്ടമല്ല, ഈ ഹോളും നിറയേണ്ട സമയം കഴിഞ്ഞു. എന്നാൽ എവിടെയൊക്കെ ചിലതിനെ തടയുന്ന ചില ഫറവോന്റെ ശക്തിയുണ്ടല്ലോ, ആത്മാ പറയുന്നു അതിനെ കീറാൻ പോകുക. പരിശുദ്ധൻ പറയുന്നു, എന്റെ കർത്താവ് ഒരാൾ താമസമാണെങ്കിൽ ഈ ഹോളും മുഴുവനും നിറയത്തക്ക നിലവാരത്തിൽ ഒരു ദൈവ പ്രവൃത്തി ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് സ്തോത്രം. ശ്രദ്ധിക്കണേ. ബാധ കണ്ടിറങ്ങി ഇസ്രായേൽ മക്കൾ ഇറങ്ങി തിരിച്ചു. മോശയോടൊപ്പം ഇവര് പ്രയാണം ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ യാത്ര ചെയ്ത് ചെയ്ത് ചെങ്കടലിന്റെ തീരത്ത് ബിഹാരിരോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ബിഹാരിരോത്തിലെത്തിയപ്പോൾ ഇവർക്ക് മുന്നോട്ട് ചലിക്കാൻ പറ്റുന്നില്ല. മുന്നോട്ട് നോക്കുമ്പോൾ ചെങ്കടൽ ഇവരെ വിഴുങ്ങാൻ നിൽക്കുക. പിറകോട്ട് നോക്കുമ്പോൾ ഫറവോന് സൈന്യം ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കുന്നു. ബിഹാരിരോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് മിസ്രൈം പട്ടണത്തിലുള്ള സകല ഭൂതപ്രേത പിശാചുക്കളുടെ ആവാസ കേന്ദ്രമാണ് ബിഹാരിരോത്ത്. അവിടെ എത്തിയപ്പോഴാണ് അവിടെ യാത്രയെ തടഞ്ഞത്. നിങ്ങൾ പുറപ്പാടിന്റെ പുസ്തകം വീട്ടിൽ പോയി വായിക്കുക. ബിഹാരിരോത്തിൽ വെച്ച് അവരുടെ യാത്ര തടഞ്ഞു. മുന്നോട്ട് ചലിക്കാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ സകല ഭൂതപ്രേത പിശാചുക്കളുടെ ആവാസ കേന്ദ്രമായ ബിഹാരോരത്തിലെത്തിയപ്പോൾ യാത്ര വഴിമുട്ടി. ഇവിടെ എത്തിയപ്പോഴാണ് ക്യാരക്ടർ വെളിപ്പെടുന്നത്. ശ്രദ്ധിക്കാം. ആദ്യമൊക്കെ ഇസ്രായേൽ മക്കൾ ചെങ്കടലിനെ കണ്ടപ്പോൾ, പിറകിൽ നിന്നും വരുന്ന ഫറവോനെ സൈന്യത്തെ കണ്ടപ്പോൾ ദൈവത്തോട് ആദ്യം എന്ത് ചെയ്തു? ഇവർ നിലവിളിച്ചു അല്ലേ? ദൈവത്തോട് നിലവിളിച്ചു. ദൈവത്തോട് നിലവിളിച്ചപ്പോൾ വഴി തുറന്നില്ല. എല്ലാവരും ഇവിടെ നോക്കണേ. വഴി തുറന്നില്ല. ദൈവത്തോട് ജനം നിലവിളിച്ചു, വഴി തുറന്നില്ല. വഴി തുറക്കാതെ വന്നപ്പോൾ ഏതതരം കൊണ്ട് ദൈവമേ വഴി തുറക്കണമേ എന്ന് പറഞ്ഞ അതേ അതരം കൊണ്ട് മോശയ്ക്ക് നേരെ തിരിഞ്ഞിട്ട് മോശയെ എല്ലാം പറയാൻ തുടങ്ങി. ശ്രദ്ധിക്കണേ. അർത്ഥം, സ്തുതിച്ച അതേ അതരം കൊണ്ട് അഭിഷക്തനെതിരെയും ദൈവദാസനെതിരെ ദൈവിക ദൂഷണം പറയാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ, എടാ മോശെ, ഈ ചെങ്കടലിനകത്തിട്ട് തകർക്കാൻ വേണ്ടിയിട്ടാണോ നീ കൊണ്ടുവന്നേ? സ്വത്രം പറ. തികയാത്ത ജനത്തിന്റെ പ്രത്യേകത കണ്ടോണേ. ബാധ കണ്ടിറങ്ങിയന്റെ ബാധ കണ്ടിറങ്ങിയവരാ, അത്ഭുതം കണ്ടിറങ്ങിയവരാ. പക്ഷേ അത്ഭുതം വെളിപ്പെടാൻ അല്പം വൈകിയപ്പോ ഏതതരം കൊണ്ട് നിലവിളിച്ചോ അതേ അതരം കൊണ്ട് പിറുപിറുക്കാൻ തുടങ്ങി. എത്ര പേർ ആമേൻ പറയും? പക്ഷേ മഹത്വം കണ്ടിറങ്ങിയ മോശയുടെ പ്രത്യേകത, സത്യം പറഞ്ഞ മോശയുടെ സ്ഥാനത്ത് ഞാൻ വല്ലതും ആയിരുന്നെങ്കിൽ വേറെ നോക്കത്തില്ല, ചെങ്കടലോട്ടെടുത്ത് എനിക്ക് ചാടിയേനെ. അതേ പറ്റത്തുള്ളൂ. കാരണം മോശ നമ്മളൊക്കെ പലപ്പോഴും സാക്ഷ്യം പറയാറുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ പ്രതികൂലത്തിന്റെ നടുവിലായിരുന്നു. നമ്മൾ എവിടെയായിരുന്നു? വന്നത് ഒരു ചെറിയൊരു പനിയാ, ചെറിയൊരു വയറ്റ് വേദനയായിരുന്നു. പക്ഷെ നമ്മൾ പറയും പ്രതികൂലത്തിന്റെ. സത്യം പറഞ്ഞാൽ ആരാ പ്രതികൂലത്തിന്റെ നടുവിൽ? മോശയാ. മുന്നോട്ട് നോക്കുമ്പോൾ ചെങ്കടൽ തനിക്കെതിരെ കുതിച്ചു പാഞ്ഞു വരികയാ. ഒരു സൈഡിൽ ഫറവോന് സൈന്യം ഊരിപ്പിടിച്ച വാളുമായിട്ട്, മറു സൈഡിൽ 20 ലക്ഷത്തിൽ പരം വരുന്ന ജനങ്ങൾ മോശ പച്ച തെറി വിളിച്ചുകൊണ്ട് നിൽക്കുക. ആ മോശയുടെ കൂടെ നിൽക്കേണ്ട വ്യക്തികളാണ് മോശ കൂടെ നിന്നവരെതിരായി മാറി. ആരാ പ്രിയര് പ്രതികൂലത്തിന് നടുവിൽ നിൽക്കുന്നത്? സ്തോത്രം പറ. അർത്ഥം, ഫറവോനെയും സൈന്യത്തെയും, ഈ ദൂത് നിങ്ങൾ പലപ്പോഴും കേൾക്കുന്ന ദൂതം, പക്ഷെ ഞാൻ അതിന്റെ ഒരു ആഴം പറഞ്ഞുതരാം. ഫറവോനെയും സൈന്യത്തെയും ആമൻ കൊല്ലാൻ നിൽക്കുന്ന ചെങ്കടലിനെയും ആമൻ കൂടെ നിന്ന ഇസ്രായേൽ മക്കൾ എതിരായി മാറിയപ്പോൾ ഈ 3 പ്രശ്നത്തെ അഭിമുഖീകരിച്ചത് ഒരു മോശ. ഈ 3 പ്രശ്നത്തെ അനുഭവിച്ച ആരാ? ഒരു മോശയാ. സ്തോത്രം പറ.
ഈ മോശയുടെ മേൽ വ്യാപരിച്ച കൃപ നിങ്ങൾ നോക്കിയ പ്രിയരെ, ഒരു പ്രതിസന്ധിയല്ല, വെളിപ്പെട്ട പ്രതികൂലം മുഴുവൻ വലിയ പ്രതികൂലമായിരുന്നു. ഒന്ന് ചെങ്കടൽ, ഒരു സൈഡിൽ 20 ലക്ഷത്തിൽ പരം വരുന്ന ജനങ്ങൾ, മറു സൈഡിൽ ഊരിപ്പിടിച്ച വാളുമായിട്ട് പറവൂന് സൈന്യം. ഇതിന്റെ നടുവിൽ ഒറ്റയ്ക്കൊരു മോശ. സ്വത്രം പറ. ഇതിന്റെ നടുവില മോശയുടെ ക്യാരക്ടർ വെളിപ്പെട്ടത്. മോശ അതിന്റെ നടുവിൽ ആത്മഹത്യ ചെയ്തില്ല. സ്വർഗത്തിലേക്ക് നോക്കി ഒറ്റ നിലവിളി, ലൈവായിട്ട് അടുത്ത വെളിപ്പാട് കർത്താവ് കൊടുക്കുക. ഞാൻ ഒരു ദൂത് പറയട്ടെ പ്രിയരെ, ചെങ്കടലിനെ കീറേണ്ട വെളിപ്പാട് കഴിഞ്ഞ രാത്രിയിലാണോ മോശ പ്രാപിച്ചത്? ആണോ? അതോ 5 വർഷം മുമ്പിലാണോ പ്രാപിച്ചത്? ഇല്ല. എവിടെ പ്രതിസന്ധികൾ വെളിപ്പെട്ടോ, എവിടെ സാഹചര്യം മുഴുവൻ പ്രതികൂലമായോ, ലൈവായിട്ട് ചെങ്കടലിനെ കീറേണ്ട വെളിപ്പാട് പ്രാപിച്ചേ. അർത്ഥം മഹത്വം കണ്ടിറങ്ങിയവനാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വെളിപ്പാട് മുഴുവനും തത്സമയമായിരിക്കും. ഇന്ന് രാത്രി പരിശുദ്ധ ആരോടൊക്കെ ദൂത് പറയുന്നു, പ്രതികൂലത്തിന്റെ നടുവിൽ വലത്തോട്ടും ഇടത്തോട്ടും തിരുവാൻ കഴിയാതെ നീ ആയിരിക്കുന്നു. ഇന്ന് രാത്രി മോശയ്ക്ക് വെളിപ്പെട്ടതുപോലെയുള്ള ഒരു വെളിപ്പാട് ഇന്നു രാത്രി നിന്റെ മേൽ പകരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. ജീസസ് സ്തോത്രം പറഞ്ഞേ. 3 പ്രശ്നത്തെ നേരിട്ടത് ഒരൊറ്റ മോശയാ. ശ്രദ്ധിക്കണേ, മോശ ഒറ്റ നിലവിളി, കർത്താവ് അടുത്തൊരു വെളിപ്പാട് കൊടുക്കുക. മോശെ, നിന്റെ കയ്യിലുണ്ടാകുന്ന വടി നീ നീട്ടുക. മോശ കയ്യിലുണ്ടായിരുന്ന വടി നീട്ടിയതും കിഴക്ക് നിന്നൊരു കിഴക്കൻ കാറ്റ് ചെങ്കടലിന് നേരെ അടിച്ചു. സത്യം പറഞ്ഞാൽ ചെങ്കടലിനടിക്കുന്ന കാറ്റ് കിഴക്കൻ കാറ്റല്ല, തെക്കൻ കാറ്റാ. തെക്കൻ കാറ്റാണ് തിരമാലയെ കൊണ്ടുവരുന്നത്. തെക്കൻ കാറ്റെന്ന് പറയുന്നത് അത് പ്രതികൂലത്തിന്റെ കാറ്റാ. ശ്രദ്ധിക്കുക, ചെങ്കടലിന്റെ മേൽ കിഴക്കൻ കാറ്റടിച്ച് ചെങ്കടൽ പിളർന്ന് ചെങ്കൽപ്പാത ഒരുങ്ങിയത് സത്യമാണെന്ന് കാലഘട്ടം കഴിഞ്ഞപ്പോൾ ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചു. ചെങ്കടലിനടിച്ച കിഴക്കൻ കാറ്റിന്റെ വേഗതയെക്കുറിച്ച് സയന്റിസ്റ്റ് പറഞ്ഞത് 2.5 ലക്ഷത്തിൽ അധികമയിൽ വേഗത ഈ കാറ്റിനുണ്ടായിരുന്നു. 2.5 ലക്ഷത്തിൽ അധികമയിൽ വേഗത ഈ കാറ്റിനുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ രാജസ്ഥാനിൽ പിങ്ക് സിറ്റി അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു ഫാസ്റ്റിംഗ് പ്രയറിന് വേണ്ടി ഞാൻ പോയി. ആ സ്ഥലത്ത് ഞാൻ പോയപ്പോൾ അവിടെ വലിയൊരു കാറ്റടിച്ചു, വലിയൊരു കാറ്റ്. ഒരു കാറ്റടിച്ചപ്പോൾ നല്ല വേരുറപ്പുള്ള മരം അത് മറിഞ്ഞങ്ങോട്ട് വീണു. ആ ചർച്ചിനകത്ത് ഈ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ ഒരു അച്ഛനുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, അച്ഛാ എത്ര വേഗത്തിൽ ഈ കാറ്റടിച്ച്? അദ്ദേഹം എന്നോട് പറഞ്ഞ പദം ഇങ്ങനെയായിരുന്നു, ഈ കാറ്റിന്റെ വേഗത 750 മൈൽ സ്പീഡായിരുന്നു. ശ്രദ്ധിക്കണേ, 750 മൈൽ വേഗത. 750 മൈൽ വേഗത്തിൽ ഒരു കാറ്റടിച്ചപ്പോൾ വേരുറപ്പുള്ള മരം എന്ത് ചെയ്തു? അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി എന്റെ ദൈവം അടിച്ച കാറ്റ് 750 മൈൽ വേഗതയിലല്ല, 2.5 ലക്ഷത്തിലധികം മൈൽ വേഗത്തിൽ ഒരു കാറ്റടിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾ നിന്ന സ്ഥലത്ത് നിന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ മാറിയില്ല, മറിച്ച് തനിക്കെതിരെ നിന്ന പ്രതിസന്ധിയെ കീറിക്കളഞ്ഞു. ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി അടിക്കുന്ന കാറ്റിൽ തകരുന്നത് നീയല്ല, നിനക്കെതിരെ നിൽക്കുന്ന ചെങ്കടല. ഇന്ന് രാത്രി പരിശുദ്ധയാത്മാവ് ആരോടൊക്കെ ആലോചന പറയുന്നു, നിനക്കെതിരെ ചെങ്കടൽ പോലെ നിൽക്കുന്ന ചില തിരമാലകൾ അടിച്ചു തെറിപ്പിക്കുന്ന ഒരു കിഴക്കൻ കാറ്റ് ഇന്ന് രാത്രി ഇതിനകത്ത് അടിക്കുകയോ. സ്തോത്രം പറ. ഇന്ന് രാത്രി ചെങ്കടൽ പോലെയുള്ള വിഷയങ്ങളെ കണ്ടുകൊണ്ട് ഭാരപ്പെടരുത്. നിനക്ക് വേണ്ടി എത്ര മൈൽ വേഗത്തിൽ വേണമെങ്കിൽ കാറ്റടിപ്പിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. എന്തിനാ ചെങ്കടലിനെ കണ്ട് ഭാരപ്പെടുന്നേ? എന്തിനാ യോർദാനെ കണ്ട് ഭാരപ്പെടുന്നേ? ഇന്ന് രാത്രി കാറ്റടിപ്പിക്കാൻ ഒരു ദൈവമുണ്ടെങ്കിൽ പ്രതികൂലത്തെ തന്നിടത്തോടെ മോശയെ പോലെ നേരിടുക. ഇന്ന് രാത്രി ഒരു ധൈര്യം ദൈവം തരാൻ പോകുക. ഇന്ന് രാത്രി പ്രതിസന്ധിക്കകത്ത് നിന്നെ ഒതുക്കുമെന്ന് ശത്രു പറഞ്ഞെങ്കിൽ അതിനെ അപമീകരിക്കേണ്ട ഒരു പരിശുദ്ധയാത്മാവ് ഇന്ന് രാത്രി നൽകാൻ പോകുന്നു. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ചൊന്ന് ആരാധിക്കുക.
ഹദരബല ഹൗഡബ ശംദല പ്രഭാദിയ ചൂടാര ഹസിഗാന ഹംദുരി പ്രഭാസി ഹംദല പ്രഭാരകൾ തുർമനാദിയാദന. ഇന്നു രാത്രി സഭയ്ക്ക് വേണ്ടി കാറ്റടിക്കട്ടെ, ജനത്തിന് വേണ്ടി കാറ്റടിക്കട്ടെ. മുന്നോട്ട് വിടത്തില്ലെന്ന് വാദപ്രതിവാദം മുഴക്കുന്ന ചില ചെങ്കടലുകളെ അവൻ മാറ്റിക്കളയുന്ന, പ്രതികൂലമെന്ന തെക്കൻ കാറ്റിനെ സമനിലമാക്കുന്ന ഒരു കിഴക്കൻ കാറ്റ് ഇന്നു രാത്രി സഭയ്ക്ക് വേണ്ടി പരിശുദ്ധയാത്മ വാടിപ്പിക്കുന്നു. സ്തോത്രം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രി ഒരു കാറ്റടിക്കാൻ പോവാം. ചെങ്കടൽ പോലെയുള്ള ചില വിഷയങ്ങൾ മാറാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നോട് ഈ സഭയിലുള്ള ചില വ്യക്തികളെ നോക്കി ആലോചന പറയാൻ പറയുന്നു. ഒന്നിൽ പരം വ്യക്തികൾ കൊല്ലങ്ങളായി പ്രാർത്ഥിക്കുന്ന, അവൻ പ്രതിസന്ധികൾ മാറാതെ കൊല്ലങ്ങളായി ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളെ ആത്മാവ് ദർശിക്കുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, അതിനൊരു പരിഹാരമായിട്ട് ഈ ആരാധന കഴിഞ്ഞ് നീ പുറത്തിറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കാറ്റടിപ്പിക്കാൻ പോയ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ട് വിടുതലിന്റെ ഒരു കാറ്റ്. ഇന്നലെ വരെ നീ കണ്ടത് തെക്കൻ കാറ്റ്, ഇന്നലെ വരെ നീ കണ്ടത് നിനക്ക് വിരോധമായി നിന്ന ചില കാറ്റ്. എന്നാൽ പരിശുദ്ധ പറയുന്നു, എവിടെ നിനക്കെതിരെ തെക്കൻ കാറ്റുയർന്നു അതേ സ്ഥലത്ത് നീ ചിന്തിക്കാത്തൊരു കിഴക്കൻ കാറ്റ് നിനക്ക് വേണ്ടി അടിക്കാൻ പോകുക. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ഇന്ന് രാത്രി നീ കരമടിച്ച് ഈ ദൂതിന് ആമേ പറയുമ്പോ തന്നെ അത്ഭുതങ്ങൾ നടക്കുന്നു. അമ്മ, അത്ഭുതങ്ങൾ ഇപ്പോ സംഭവിക്കട്ടെ. ചില രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി ഈ കാറ്റിന്റെ മുമ്പിൽ വഴിമാറുകയോ. ശാസ്ത്രജ്ഞന്മാർ പറയും, ശാസ്ത്രം പറയും ഈ ചെങ്കടൽ മാറത്തില്ല, ഇവിടെ ഇങ്ങനെ ഒരു കാറ്റടിക്കാൻ യാതൊരു സാധ്യതയുമില്ല. എന്നാൽ ചെങ്കടലിന്റെ ഭൂമി ശാസ്ത്രത്തെയോ കാലത്തിന്റെ ഗതിയെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു നിയോഗത്തിന്റെ കാറ്റടിച്ചെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ഭാവിക്കെതിരെ നിൽക്കുന്ന കാലഗതിയെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ഈ രാത്രി അടിക്കുന്നു. My Jesus, my Jesus, ഇന്ന് രാത്രി ഏറ്റെടുക്കുക, ഇന്ന് രാത്രി ഏറ്റെടുക്കുക. ആരൊക്കെ ഒരു കാറ്റിന് വേണ്ടി പ്രതീക്ഷിക്കുന്നു, ഇന്ന് രാത്രി പ്രതീക്ഷിക്കുന്ന നിനക്ക് വേണ്ടി now God is going to raise a wind for you. ഭയങ്കര വിടുതൽ, ഭയങ്കര വിടുതൽ. ആത്മാവ് ഇന്ന് രാത്രി നിന്നോട് ആലോചന പറയുന്നു, നിനക്ക് വേണ്ടി ഒരു വിടുതലിന്റെ കാറ്റടിക്കുകയാ. കുറെ കൊല്ലങ്ങളായി നീ അലയുന്നു. പരിശുദ്ധ പറയുന്നു, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരു കിഴക്കൻ കാറ്റ്. My Jesus, my Jesus, my Jesus. സ്തോത്രം. ശ്രദ്ധിക്ക, കാറ്റടിച്ചു, ചെങ്കടൽ പിളർന്നു, ചെങ്കൽപാത ഒരുങ്ങി. ഇസ്രായേൽ മക്കളെ മോശയും എന്റെ ദൈവം അതിലൂടെ വഴി നടത്തി. വഴി നടത്തി ചെങ്കടൽ പിളർന്ന അക്കരെ എത്തി ഫറവോനെയും സൈന്യം മുക്കി കൊന്നു കളഞ്ഞതും മിരിയാൻ തപ്പെടുത്ത് പാടാൻ തുടങ്ങി. ഫറവോന് ഞാൻ അടിമയല്ല. ശ്രദ്ധിക്ക, ഇസ്രായേൽ മക്കളുടെ ആരാധന വെളിപ്പെട്ടത് കണ്ടോണേ. ചെങ്കടൽ പിളർന്ന് ചെങ്കൽപാത ഒരുങ്ങി അക്കരെ എത്തിയപ്പോഴ ആരാധന വെളിപ്പെട്ടെ. പക്ഷെ മോശയുടെ ആരാധന വെളിപ്പെട്ടത് ചെങ്കടൽ പിളർന്ന് അക്കരെ എത്തിയപ്പോഴല്ല, ചെങ്കടലിന് ഇപ്പുറത്ത് വച്ച. ഇതാണ് പക്വത പ്രാപിച്ചവന്റെ എന്ന് പറഞ്ഞാൽ ആത്മീകത്തിൽ തികഞ്ഞവന്റെയും തികയാത്തവന്റെ പ്രത്യേകത. ആത്മീക പക്വത പ്രാപിക്കാത്തവർ വിടുതൽ കണ്ടാലേ ആരാധിക്കത്തുള്ളൂ. സ്വത്രം പറ. എന്നാൽ ദൈവം ആരാന്ന് തിരിച്ചറിഞ്ഞവൻ വിടുതൽ കണ്ടില്ലെങ്കിലും ആരാധിക്കും. അവന്റെ ആരാധന വെളിപ്പെടുന്ന അപ്പുറത്തല്ല, ഇപ്പുറത്ത്. എവിടെ പ്രതിസന്ധി ഉണ്ടോ
അവിടെ ആരാധിച്ചു വെളിപ്പാട് പ്രാപിക്കേണ്ട ഒരു അഭിഷേകം മകത്വം കണ്ടിറങ്ങിയവരുണ്ട്. ഇന്ന് രാത്രി പറ, ഞാൻ ഇറങ്ങിയത് ബാധ കണ്ടല്ല, ഉലക ചരിത്രത്തിൽ ആര് കണ്ടിട്ടില്ലാത്ത ഒരു തേജസ് കണ്ട് ഞാൻ ഇറങ്ങി. എന്റെ ആരാധന പ്രതികൂലത്തെ കീറുന്ന സ്തോത്രം. ചില പുള്ളികൾക്കുണ്ട് മുഴ മാറിയാലേ ആരാധിക്കത്തുള്ളൂ. ദൈവം ആരാന്ന് തികവുള്ള 3 ബാലന്മാരാ, ശദ്രക്, മേശക്, അബേദ്നെഗോ. അവര് പറഞ്ഞു, ഞങ്ങൾ സേവിച്ചു വരുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും. ഇതാ തികഞ്ഞവന്റെ തീരുമാനം. ഈ തികയാത്തവന്റെ തീരുമാനമാണ്, കർത്താവേ ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സാലറി, കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സാലറി. മനസ്സിലായോ? സ്വത്രം പറ. ഇന്ന് രാത്രി നമ്മുടെ ഡിസിഷൻ വെളിപ്പെടുമ്പോൾ അറിയാം നമ്മൾ തികഞ്ഞവരാണോ ഇല്ലയോ എന്ന്. ചെങ്കടൽ പിളർന്ന് ചെങ്കൽപ്പാത ഒരുങ്ങി അക്കരെ എത്തി. ഇവരിങ്ങനെ വഴി നടക്കുക. ഇവരിങ്ങനെ യാത്ര ചെയ്ത് പ്രയാണം ചെയ്ത് ഇങ്ങനെ വരിക. ഇടയ്ക്ക് വെച്ച് പിന്നെ ആഹാരത്തിന് വേണ്ടി അടിയുണ്ടാക്കി. ഇസ്രായേൽ മക്കളുടെ കനാൻ ദേശത്തിലേക്കുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ ഇവർ അടിയുണ്ടാക്കിയത് ആഹാരത്തിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും കൂടുതൽ അടിയുണ്ടാക്കിയത് ചാപ്പാടിന് വേണ്ടിയിട്ടാണ്. അത് അന്നത്തെ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇന്നത്തെ ദൈവസഭകളുടെ പശ്ചാത്തലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നത്തെ സഭയിലും ഏറ്റവും കൂടുതൽ അടി ചാപ്പാടിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു യൂട്യൂബിനകത്ത് കുറെ ഇങ്ങനെ പ്രസംഗങ്ങൾ കണ്ട് വന്ന ഇടയ്ക്ക് ഒരു വീഡിയോ ഞാൻ കണ്ടു. വീഡിയോ കണ്ടപ്പോൾ ഒരു സഭയുടെ ഹോളാണ്, അന്തരീക്ഷമാണ്. ഞാൻ നോക്കിയപ്പോൾ അതിനകത്തൂടെ കറിയൊക്കെ ഇങ്ങനെ പറന്നു പോവുക. കറിയൊക്കെ പറന്നു പോകുന്നു, തമ്മിലടി, ഭയങ്കര അടിയൊക്കെ. അപ്പൊ എനിക്ക് മനസ്സിലായി ആരാധനയ്ക്കകത്ത് അടിയില്ലായിരുന്നു, ചാപ്പാട് വിളമ്പ നേരത്തെ ആർക്കോ ഇച്ചിരി പായസം വിളമ്പില്ല, അതിന്റെ അടിയാണ്. മനസ്സിലായോ? നിങ്ങൾ ഇസ്രായേൽ മക്കൾ പിറുപിറുത്ത കേസ് നിങ്ങൾ നോക്കണം. പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇവരൊരു പിറുപിറുപ്പ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പുറപ്പാട് വേഗത്തിൽ ഒന്ന് വായിക്കാവോ? അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ. ആരുടെ നേരെ പിറുപിറുത്തത്? പിറുപിറുക്കുമെങ്കിൽ പാസ്റ്റർ നേരെ പിറുപിറുക്കത്തുള്ളൂ. സ്വത്രം പറഞ്ഞേ, നമ്മുടെ പാസ്റ്റർ കാര്യമല്ലേ പറഞ്ഞേ. ഇസ്രായേൽ മക്കൾ പിറുപിറുത്തത് പാസ്റ്റർ പ്രസംഗിക്കാത്തതുകൊണ്ടല്ല. കുറെ ദിവസമായിട്ട് ഒരു മെസ്സേജ്, എന്തോ പുതിയ മെസ്സേജ് തന്നില്ല, അങ്ങനെ പറഞ്ഞല്ല പിറുപിറുത്തെ. ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അതെവിടെ എത്തിയെന്ന് അറിയോ? മാറയിലെത്തിയപ്പോൾ അല്പം കയ്പ് കുടിച്ചപ്പോൾ ജനം പിറുപിറുത്തു, ഞങ്ങൾ എന്ത് കുടിക്കും? ഈ മാറയിൽ കൊണ്ടുവന്ന് കയ്പ് വെള്ളം എന്റെ ദൈവം കൊടുക്കുന്നതിന് മുമ്പായിട്ട് നല്ല കാട ഇറച്ചി കൊടുത്തു, തേൻ കൂട്ടി ദോശ കൊടുത്തു. ശ്രദ്ധിക്കുക, തേൻ കൂട്ടി ദോശ കഴിച്ചവര്, കാട ഇറച്ചി കഴിച്ചു മൂക്കി കൂടെ വായു കൂടെ വന്നവര് മാറയിലെത്തി അല്പ കയ്പ് കുടിച്ചപ്പോൾ ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് മോശയുടെ നേരെ പിറുപിറുത്തു. സ്വതന്ത്രം പറ. ഇതെല്ലാം ഇറച്ചി കഴിച്ച ശേഷവും ദോശ കഴിച്ച ശേഷമാ. പ്രിയരെ, നമ്മളൊക്കെ ദോശ കഴിച്ചത് ഉണക്ക ചമ്മന്തി കൂട്ടിയാ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മുടെ റോഷൻ അച്ഛൻ അല്ലേ, റോഷൻ അച്ഛൻ എനിക്ക് നല്ല ദോശയൊക്കെ മേടിച്ചു തന്നു. സ്വതന്ത്രം പറ. എത്ര റാമയും പറയും? നിങ്ങൾ ഇനി പിണങ്ങരുത്, അച്ഛൻ മേടിച്ചു തരാം എല്ലാവർക്കും. നമ്മളൊക്കെ ദോശ കഴിച്ചിട്ടുള്ള ഉണക്ക ചമ്മന്തിയെ കൂട്ടിയെ കഴിച്ചിട്ടുള്ള. പക്ഷെ ഇസ്രായേൽ മക്കൾക്ക് എന്റെ ദൈവം ദോശ കൊടുത്തത് തേൻ കൂട്ടിയ. അത് ബ്രെഡാണ്. പിന്നെ ചുമ്മാ ഈ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഒരു ദോശയെന്ന് എഴുതി വെച്ചതാ. അന്ന് ദോശയെന്ന് വരും, നമ്മുടെ ഉഴുന്നിലിട്ടാക്കിയ ദോശയൊന്നും അല്ല, അന്ന് ബ്രെഡാ. ബൈബിളിനകത്ത് ദോശയെന്ന് വന്നതേ ഉള്ളൂ. ശ്രദ്ധിക്കുക. പിന്നെ കാട ഇറച്ചി കൊടുത്ത ആഹാരമല്ല, ശരീരത്തിന് ഗുണമുള്ള ആഹാരം കൊടുത്തേ. സ്വത്രം പറ. KFC അല്ല കൊടുത്തത്, നല്ല കാട ഇറച്ചി എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിന് നല്ല ഔഷധമുള്ള ആരോഗ്യമുള്ള ആഹാരം കൊടുത്തേ. അർത്ഥം ആരോഗ്യപ്രദമായിട്ടുള്ള ആഹാരം കഴിച്ച് അവൻ ഇവിടെ എത്തിയപ്പോൾ, മാറയിലെത്തിയപ്പോൾ ഇവർ പിറുപിറുത്തു, ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് മോശയുടെ നേരെ പിറുപിറുത്തു. ശ്രദ്ധിക്കുക പ്രിയരെ, ഇന്നത്തെ സഭകളുടെ അടി മുഴുവനും ആഹാരത്തിന്റെ പേരില്ല. നമ്മുടെ നാട്ടിലോട്ടൊക്കെ നീണ്ട ഫാസ്റ്റിംഗ് പ്രയർ ഒക്കെ ഉണ്ട്. 21 ഉണ്ട്, 3 days ഉണ്ട്. ഫാസ്റ്റിംഗ് പ്രയർ എന്ന് പറഞ്ഞാൽ അവരുടെ ഉത്സവം. ഈ ഫാസ്റ്റിംഗ് പ്രയർ കഴിയുന്നതിന്റെ ഒരു 3 ദിവസം മുമ്പ് സഭയിലെ പാസ്റ്റർ കമ്മിറ്റിയൊക്കെ വിളിച്ച് കൂട്ടിയിട്ട് ചോദിക്കും, പാസ്റ്റർ അച്ഛന്മാരെ ഇന്ന ദിവസം ഫാസ്റ്റിംഗ് പ്രയർ തീരെയാണ്, നമുക്ക് എല്ലാവർക്കും ഒരു ലവ് ഫീസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഒരു സ്നേഹസത്യമുണ്ട്, എല്ലാവരും കഴിച്ചിട്ടേ പോവാം.
അപ്പൊ എന്നാ കൊടുക്കാമെന്ന് തീരുമാനിക്കും. ഇവരെല്ലാം വിളിച്ചിരുത്തി തീരുമാനിക്കുന്നിടത്ത് അവിടുത്തെ എല്ലാ സഭയിലെ പ്രധാനപ്പെട്ട അച്ചാമാരെല്ലാം വരും. അച്ചാമാരെ വന്ന് ചോദിച്ചു, പാസ്റ്റർ ചോദിക്കും, പാസ്റ്റർ അച്ചാമാരെ എന്നെ ആഹാരം കൊടുക്കണം. അപ്പോൾ ഒരു അച്ഛൻ എഴുന്നിട്ട് പറയും, പാസ്റ്റർ 21 days ഫാസ്റ്റിംഗ് പ്രെയർ ആണ്, എല്ലാവരെ കൊണ്ട് ഭയങ്കര ഹെവി ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല, നമുക്ക് നല്ല കഞ്ചിയും പയറും ഇച്ചിരി അച്ചാറൊക്കെ എന്ത് ചെയ്യാം കൊടുക്കാം. ഈ പുള്ളി ഒരു ദിവസം പോലും ഉപസിച്ചിട്ടില്ല, കാശ് ഇറക്കാൻ മേടിച്ചു. കാരണം ചിക്കനും മട്ടനൊക്കെ ആണെങ്കിൽ കാശ് കൂടും, കഞ്ഞിയും പരിപാടിക്കാണെങ്കിൽ 50-നൊക്കെ തോന്നും, കഞ്ഞി കൊടുക്കാന്ന് പറയും. അപ്പൊ അടുത്ത അച്ഛൻ പറയും ഇച്ചിരി കാശൊക്കെ ഇറക്കാനും ഉള്ള ഇച്ചിരി തന്റെയോടുള്ള അച്ഛൻ പറയും, പാസ്റ്റർ ഈ കഞ്ഞി പരിപാടിയൊക്കെ പഴയ ഏർപ്പാടാണ്, നമുക്ക് ഇപ്പൊ നല്ല മീനിന്റെ സീസണാണ്, നമുക്ക് നല്ല മീനൊക്കെ മേടിച്ച് നല്ല ഊണ് ജനത്തിന് കൊടുക്കാം. അപ്പൊ അടുത്ത അച്ഛൻ പറയും, പാസ്റ്റർ ഊണും പരിപാടിക്ക് അതൊക്കെ കൊച്ചു പിള്ളേരും കഴിക്കത്തില്ല, അവർക്ക് ഫ്രൈഡ് റൈസിനോടാ താല്പര്യം, നമുക്ക് ഫ്രൈഡ് റൈസും ചിക്കനും കൊടുക്കാം. ശ്രദ്ധിക്കണേ, ഉപവാസ പ്രാർത്ഥനയുടെ 3 ദിവസം മുമ്പ് ആഹാരം കൊടുക്കുന്നതിന്റെ കമ്മിറ്റി അച്ചാമാരെ വിളിച്ചു കൂട്ടി 3 അഭിപ്രായം. ഒരച്ചാൻ പറഞ്ഞ് കഞ്ഞി കൊടുക്കാം, ഒരച്ചാൻ പറഞ്ഞ് ചോറ് കൊടുക്കാം, ഒരച്ചാൻ പറഞ്ഞ് ഫ്രൈഡ് റൈസ് കൊടുക്കാം. ഞാൻ ചോദിക്കട്ടെ, പാസ്റ്റ് ആരെ നിലപാടിനാ പാസ്സാക്കുന്നേ? വിട്ടുന്നില്ല. ആരെ കൂടെ നിൽക്കും? കഞ്ഞിയും പറഞ്ഞ കൂടെ നിൽക്കോ, ചോറിന്റെ കൂടെ നിൽക്കോ, ഫ്രൈഡ് റൈസിന്റെ കൂടെ നിൽക്കോ? ഫ്രൈഡ് റൈസിന്റെ കൂടെ നിന്നാലേ ചോറും കഞ്ഞി ആഹാരം കഴിക്കത്തില്ല, അവര് പണങ്ങും, അവര് കഴിക്കൂല. ശ്രദ്ധിക്കും. 3 ആഹാരം വന്നപ്പോൾ 3 അഭിപ്രായം വന്നോ? അവിടെ അടി തുടങ്ങും. ഉപവാസ പ്രാർത്ഥന തന്നെ 3 ദിവസം സ്വത്രം പറ. അപ്പൊ അടി അന്ന് തുടങ്ങിയതല്ല, ഇന്നും അടി ചാപ്പാട് വികസനമുണ്ട്. ശ്രദ്ധിക്കുക, ഒരു പറഞ്ഞു പറയാം. മാറയിലെത്തിയപ്പോൾ കയ്പ് കുടിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾ പിറുപിറുത്തു, ഞങ്ങൾ എന്തു കുടിക്കും? ഇസ്രായേൽ മക്കൾ എന്തു കുടിക്കുമെന്ന് പിറുപിറുത്തപ്പോൾ മോശ മുട്ടുമടക്കി അടുത്ത് ലൈവായിട്ട് വെളിപ്പാട് പ്രാപിക്കുക. മാറയിലടുത്തൊരു വൃക്ഷമുണ്ട്, ആ കൊമ്പ് വെട്ടിയിട്ടോളാൻ. മനസ്സിലായില്ല? അർത്ഥം എന്നാന്നറിയാവോ? ബാധ കണ്ടിറങ്ങിയവന്റെ പിറുപിറുപ്പ് മകത്വം കണ്ടിറങ്ങിയവന്റെ വെളിപ്പാടായിരുന്നു. സ്വതന്ത്രം പറ. ഈ തലമുറയിൽ ബാധ കണ്ടിറങ്ങിയ ചില പുള്ളികൾ ഉണ്ടെങ്കിലേ ദൂത് വെളിപ്പെടുള്ളൂ. സ്വതന്ത്രം പറ. ഇസ്രായേൽ മക്കളുടെ സകല പിറുവിറുപ്പ് മോശയുടെ ദൂതായിരുന്നു പ്രിയരെ. മോശയുടെ ശുശ്രൂഷ വെളിപ്പെട്ടെന്ന് അടുത്തൊരു ദൂത് ഞാൻ പറയും കേട്ടോ. ഈ മാറയിലെത്തിയപ്പോൾ ഇവർ കയ്പ് കുടിച്ചപ്പോൾ പിറുപിറുത്തു അല്ലേ? ഒരു കാര്യം പറയാം. ഈ കയ്പ് കുടിച്ചപ്പോൾ സന്തോഷത്തോടെ പിറുപിറുക്കാതെ മോശയോടൊപ്പം ഇറങ്ങി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അപ്പുറത്ത് എന്ന് പാലും തേനും മര്യാദ കുടിക്കായിരുന്നു. മനസ്സിലായോ? മര്യാദയ്ക്ക് മോശയോടൊപ്പം പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ആ വെള്ളത്തെ മധുരമാക്കി കൊടുത്തേനെ. അപ്പുറത്ത് പാലും തേനും നീ ഒരുക്കി വെച്ചിരിക്കുക. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, നീ പിറുപിറുക്കുന്ന ഓരോ വിഷയത്തിന്റെ അപ്പുറത്തും നിന്റെ ആയുസ്സിൽ നീ ചിന്തിക്കാത്തൊരു മധുരമുണ്ട്. നീ പിറുപിറുക്കുമ്പോൾ നീ ഓർത്തോണം, ആ മധുരം നിന്നിൽ നിന്ന് അകലുകയാ, ആ പാല് നിന്നിൽ നിന്ന് അകലുകയാ. ഇന്ന് രാത്രി പരിശുദ്ധ ആരോടൊക്കെ ആലോചന പറയുന്നു, മാറ കാണുമ്പോൾ പിറുപിറുക്കരുത്. അഭിഷക്തന്റെ കൂടെ ഇരുന്ന് മുട്ടുമടക്ക. നിന്റെ ആയുസ്സിൽ നീ കുടിച്ചിട്ടില്ലാത്ത ഒരു മധുരം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സ്തോത്രം. ആമേൻ പറഞ്ഞേ. എത്ര പേർ ആമേൻ പറഞ്ഞു? ഇസ്രായേൽ മക്കൾ പിറുപിറുപ്പ് അവരുടെ കനാൻ ദേശത്തെ നഷ്ടമാക്കിക്കളഞ്ഞ് ഇന്ന് രാത്രി ഞാൻ ആത്മാവിലൊരു ദൂത് ഞാൻ വിളിച്ചു പറയാം. ഓരോ നിമിഷത്തിൽ പക്വത പ്രാപിക്കാത്ത നമ്മുടെ പിറുപിറുപ്പുണ്ടല്ലോ, നമ്മളിൽ നിന്നും മാറിപ്പോകും നമ്മുടെ നിത്യതയാണ്. ഇന്ന് രാത്രി പറ, ഈ നിത്യതയിലേക്കുള്ള യാത്രയിൽ, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്കുള്ള യാത്രയിൽ വെളിപ്പെടുന്ന കാമൻ കയ്പിനകത്ത് ഞാൻ പിറുപിറുക്കത്തില്ല. തികഞ്ഞവനെ പോലെ മുട്ടുമടക്കി പ്രാർത്ഥിച്ച് അതിനെ മധുരമാക്കുന്ന ഒരു വെളിപ്പാട് ഞാൻ പ്രാപിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് ആരാധിക്കാം. ഇന്ന് രാത്രി ചില കയ്പല്ല മധുരമാനാ പോകുക. ജീസസ് സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി കയ്പ് വെളിപ്പെടുമോ നീ ചിന്തിച്ചോണം. നിന്റെ കയ്പിന്റെ അടുത്തൊരു വൃക്ഷത്തെ എന്റെ ദൈവം നട്ടിട്ടുണ്ടെന്ന്.
ദൂത് മനസ്സിലായില്ല. നിന്റെ കൈപ്പിന്റെ അടുത്ത് നിനക്ക് കാണാൻ കഴിയാത്ത ഒരു വൃക്ഷമുണ്ട്. അത് ആത്മ കണ്ണുള്ളവൻ, വെളിപ്പാടുള്ളവൻ കാണുന്നത് കൈപ്പല്ല, മധുരത്തെയാ കാണുന്നേ. പക്വത പ്രാപിക്കാത്ത ഇസ്രായേൽ മക്കൾ ആമേൻ കൈപ്പ് കണ്ടപ്പോൾ മഹത്വം കണ്ടിറങ്ങിയവൻ മധുരം കണ്ടു. ഇന്ന് രാത്രി പറ, ഞാൻ മഹത്വം കണ്ടിറങ്ങിയ മോശയുടെ കൂട്ടത്തിലാ. സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിലൊന്ന് തീരുമാനിച്ചേ, എന്ത് കണ്ടാ ഇറങ്ങിയത്? പെന്തക്കോസിനകത്ത് വന്നിട്ട് കുറെ കൊല്ലങ്ങളായി. ഇന്ന് രാത്രി ചിന്തിക്ക്, എവിടെങ്കിലും പിറുപിറുത്തോ വിടുതൽ വെളിപ്പെടാൻ താമസിച്ചപ്പോൾ, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ താമസിച്ചപ്പോൾ എവിടെങ്കിലും പിറുപിറുത്തെങ്കിൽ അമ്മ പറയുന്നു, സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ വെളിപ്പെട്ടിട്ടില്ല. ഈ 2018 ദൈവം പറയുന്നു, കർത്താവ് ഒരുക്കിയ നീതി സ്വച്ഛ സ്ഫടികതങ്കത്തുല്യ നിർമ്മിതമായ രാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ 2018 വിശേഷാൽ ഒരു പക്വത വെളിപ്പെടണം. 2017 വരെയുള്ള പക്വതയല്ല, നിന്റെ ആയുസ്സിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരാത്മീക പക്വത ഒരു തികവയ രാത്രിയിൽ വെളിപ്പെടണം. സ്തോത്രം. അടുത്ത ദിവസത്തിലെ പ്രിയരെ, ഈ തലമുറയിൽ ആത്മീക ദൈവസഭകളുടെ പരാജയം പരീശന്മാരുടെ കൂട്ടമല്ല. നമ്മളെല്ലാം കുറ്റം പറഞ്ഞത് പരീശന്മാരെയാ. നോ, പരീശന്മാരുടെ കൂട്ടമല്ല, പക്വത പ്രാപിക്കാത്ത ജനത്തിന്റെ കൂട്ടമാണ്. ഇന്ന് രാത്രി വിമർശനങ്ങൾ എഴുന്നേൽക്കുന്ന കാര്യമല്ല, പരീശന്മാരുടെ കൂട്ടമായതുകൊണ്ടല്ല, എന്ത് കേട്ടാലും വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആത്മീക ഗോളത്തിനകത്തുള്ളതിന്റെ പ്രശ്നമാ. ഇന്ന് രാത്രി പിശാചോട് പറ, ഇനി അങ്ങനെ ഒരു തലമുറയെ നിനക്ക് വിട്ടുതരത്തില്ല. ഇതിനകത്തുള്ള ചിലതൊക്കെ നിനക്ക് ജയിക്കാൻ കഴിയാത്ത തികവിന്റെ അടുത്ത തലത്തിലേക്ക് കയറാൻ പോകുക. ശ്രദ്ധിക്ക, പുതിയ നിയമത്തിനകത്ത് ഒരു വ്യക്തിയും കൂടെ പരിചയപ്പെടുത്തിയിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരൊറ്റ വ്യക്തി. പുതിയ നിയമത്തിനകത്ത് പഠിക്കുമ്പോൾ പത്രോസിനെ കുറിച്ച് പഠിക്കണം, പൗലോസിനെ കുറിച്ച് പഠിക്കണം. പത്രോസ് വന്ന വഴിയും പൗലോസ് വന്ന വഴിയും ഭയങ്കര വ്യത്യസ്തമാണ്. പത്രോസ് വന്നത് ഗന്നസരത്ത് തടാകത്തിൽ തന്റെ പടകിനകത്ത് വന്നു കയറിയ മീൻകൂട്ടത്തെ കണ്ട. എന്നാൽ പൗലോസ് വന്നത് ദമസ്കോസിൽ വെച്ചടിച്ച മകത്വം കണ്ട. ക്യാരക്ടറിന് വ്യത്യാസമുണ്ട്. സ്വത്രം പറ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഒന്ന് വേഗത്തിൽ ഒന്ന് വായിക്കാവോ? 5-ാം അധ്യായത്തിന്റെ 6 വാക്യങ്ങൾ വേഗത്തിൽ. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടകം 2 മുങ്ങുമാറാകുവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട്, ഈ വാക്യം ശ്രദ്ധിച്ച് വായിക്കണേ, ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട്, ശ്രദ്ധിക്കുക, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് എഴുതിയിരിക്കുന്നത് അല്ലേ? അങ്ങനെ എഴുതിയിരിക്കുന്നത്. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട്, ഏത് കണ്ടിട്ട്? മീൻ പെരുകുന്നത് കണ്ടിട്ട്. മീൻ പെരുകുന്ന കണ്ട ശിമോൻ പത്രോസ് കർത്താവിന്റെ കാലിലെ വീണിട്ട് പറയുക, ഞാൻ പാപിയായ മനുഷ്യനാകുന്നുണ്ട്, നീ എന്നെ വിട്ട് എന്ത് ചെയ്യണം? എന്നെ വിട്ട് പോകണമേ എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസിന് പാപബോധം ഉദിച്ചത് എന്ത് കണ്ടപ്പോഴാ? മീൻ കണ്ടപ്പോഴാ. ഈ മീൻ പെരുക്കുന്ന മിനിസ്ട്രി പടകിനകത്ത് ചെയ്യുന്നതിന് മുമ്പായിട്ട് കർത്താവ് മണിക്കൂർ വചനം പ്രസംഗിച്ചു. വചനം പ്രസംഗിച്ചപ്പോ പാപബോധം ഒന്നില്ല. മീൻ പെരുകുന്നത് കണ്ടിട്ട് ശിമോൻ പത്രോസ് കാലേ വീണേച്ച് പറയാൻ, ഞാൻ പാപിയായ മനുഷ്യനാകൂടെ, നീ എന്നെ എന്ത് ചെയ്യണം? അപ്പോ ശിമോൻ പത്രോസ് രക്ഷിക്കപ്പെട്ടത് മീൻ കണ്ട. അടുത്ത ദിവസം ശ്രദ്ധിക്കണേ, ഈ മീൻ കണ്ട് മാനസാന്തരപ്പെട്ട ശിമോൻ പത്രോസിന് മീൻ ഒരു വീക്ക്നെസ് ആയിരുന്നു. മീന് ഇസ്രായേൽ മക്കൾ ബാധ കണ്ടിറങ്ങി. അവർക്ക് ബാധ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് 2 ഭൂതമെങ്കിലും ഇളകില്ലെങ്കിൽ അവരൊരു സമാധാനം. ഇതുപോലെ പത്രോസിന് മീൻ ഒരു വീക്ക്നെസ് ആയിരുന്നു.
തെളിയിച്ചു തരാം. മീൻ കണ്ട് മാനസാന്തരപ്പെട്ട പത്രോസ്, ഈ പത്രോസിന് മീന് വീക്ക്നെസ്സാ. കാരണം ഈ പത്രോസിനെ എന്റെ ദൈവം ഇടയ്ക്കിടയ്ക്ക് മീൻ കാണിച്ചുകൊണ്ടേയിരുന്നു. എപ്പോഴെന്നറിയാവോ? മീൻ കണ്ടപ്പോൾ പുള്ളിക്ക് പാപം ഉദിച്ചു. പിന്നെ യേശു പറഞ്ഞു, നീ വള്ളവും വലയൊക്കെ വിട്ട് നീ എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. കർത്താവിനറിയവൻ മീൻ കണ്ടറിഞ്ഞ പുള്ളിയാണ്, ശരിക്കും ഗുണപ്പെട്ടവനല്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മീൻ കാണിക്കണം. ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരിക്കൽ യേശു കർത്താവ് പുരുഷാരത്തിന്റെ ഇടയിൽ ഇങ്ങനെ പ്രസംഗിച്ചു കൊടുക്കും. 3 രാവും 3 പകൽ പ്രസംഗം ചെയ്തു. വീണ്ടും ജനത്തിന് ഭക്ഷിപ്പാൻ കൊടുപ്പാൻ ഒന്നുമില്ല. ഇതിന്റെ ഇടയിൽ അന്ത്രയോസ് പറഞ്ഞു, ഇവിടെ ഒരു ബാലൻ ഉണ്ട്, അവന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും. ഈ അന്ത്രയോസും ശീമോൻ പത്രോസിന്റെ കൂടെ ഉള്ള പുള്ളിയാ. ഇവനും മീനൊരു വീക്ക്നെസ്സാ. കാരണം ഈ 5000 പുരുഷാരത്തിന്റെ ഇടയിൽ നിന്ന് ഈ 5 അപ്പോ 2 മീനും ഈ അന്ത്രയോസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ അന്ത്രയോസിന്റെ മൂക്കിന്റെ പവർ നിങ്ങൾ നോക്കണം. ഇതിന്റെ ഇടയിൽ ഒരു മീൻ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു 10-300 പേര് കാണും. ഇതിനകത്ത് ഒരു മീനും ഒപ്പം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ 5000 പുരുഷാരത്തിലിരിക്കാൻ എന്തുമാത്രം ഇടം വേണം? അതിന്റെ ഇടയിൽ നിന്ന് ഈ മീനിനെ അന്ത്രയോസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചലിച്ച അഭിഷേകമൊന്നും അല്ല, ഒരു വിശേഷാൽ അഭിഷേകമാണ് ചലിച്ചേ. സ്വത്രം പറ. എന്നതായിരുന്നാലും അന്ത്രയോസ് മീൻ കണ്ടുവന്നു. യേശു കർത്താവിന്റെ കരത്തിൽ കൊണ്ടുവച്ചു. യേശു എടുത്ത ഒരൊറ്റ ഉയർത്തല്. ശ്രദ്ധിച്ചോണം, യേശുവിന്റെ കരത്തിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ യേശു കർത്താവ് താഴ്ത്തത്തില്ല, ഉയർത്തത്തേ ഉള്ളൂ. നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ താഴെ ഇട്ട് ചവിട്ടി ഉരുട്ടി അവനെ പാതാളത്തിൽ ഇടും. മിണ്ടുന്നില്ല. സ്വത്രം പറ. യേശുവിന്റെ കയ്യിൽ മീനാണേലും അപ്പമാണേലും വ്യക്തികളാണേലും യേശു കർത്താവ് ഉയർത്തത്തേ ഉള്ളൂ. യേശുവിനെ ആരും താഴ്ത്തുന്ന പരിപാടിയൊന്നുമില്ല. എടുത്തൊരൊറ്റ ഉയർത്തൽ 5 അപ്പവും 2 മീനും വർദ്ധിച്ചു. ഇതാരെ കണ്ടുകൊണ്ടിരിക്കുന്ന അറിയാവോ? അന്ത്രയോസും ശീമോൻ പത്രോസൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ഇവർക്ക് ഒന്നുകൂടെ ഒരു ഉറപ്പായി, ഇനി മീൻ കാണണമെങ്കിൽ ഇനി വള്ളവും വലയുമായിട്ട് ഇനി കടലൊന്നും പോണ്ട, യേശുവിന്റെ കൂടെ നടന്നാൽ മതി. വിശ്വാസത്തിൽ ഉറച്ചു. ശ്രദ്ധിക്കും, ഇങ്ങനെ കുറെ നാൾ അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ശീമോൻ പത്രോസിന് ഒരു കടഭാരം വന്നു. കടഭാരം, കരം കൊടുക്കാൻ കാശില്ല. കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് കടഭാരമോ, കരം കൊടുക്കാൻ കാശില്ല, എന്തേലും വഴി തുറക്കണം. കർത്താവ് പറഞ്ഞു, നീ കളയാത്തൊരു ചൂണ്ട നിന്റെ കയ്യിൽ ഉണ്ട്, നീ കൊണ്ടുപോയി ആ തടാകത്തിലിട്ട്, നിനക്ക് വേണ്ടി കർത്താവ് കരുതിയിട്ടുണ്ട്. ശീമോൻ പത്രോസ് കൊണ്ടുപോയി ഈ ചൂണ്ട കൊണ്ടിട്ടത് ഒരു മീനിന്റെ വായ്ക്കകത്ത് ചതുരത്തിരമ്പ പണം കർത്താവ് കരുതി. ഞാൻ ചിന്തിച്ച്, കർത്താവെ, ഈ ചതുരത്തിരമ്പ പണം ഈ ശീമോൻ പത്രോസിന് ഈ മീനിന്റെ വായി കൂടെ തന്നെ കൊടുത്ത കാര്യം എന്നത് കർത്താവിനോട് പറഞ്ഞു, ഇവൻ ഇടയ്ക്കിടയ്ക്ക് മീൻ കണ്ടില്ലെങ്കിൽ ഇവ എന്നെ തള്ളി പറയും. കാരണം കർത്താവിനറിയാം നമ്മുടെ വീക്ക്നെസ്. ഇവ മീൻ കണ്ടാലേ നിൽക്കത്തുള്ളൂ. മീൻ കണ്ടാലേ, അല്ലാതെ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ, അല്ലാതെ ദൈവത്തിന് വേറെ പണിയില്ല മീനിന്റെ വായിൽ ഇത് കൊടുത്തു വിടാൻ. സ്വത്രം പറ. മീന് വീക്ക്നെസ്സാണ്. മീന് വീക്ക്നെസ്സാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ യേശു കർത്താവ് പിടിക്കപ്പെട്ടു. പത്രോസിന് മനസ്സിലായി, ഇനി മീനൊന്നും കാണാൻ പറ്റൂല. യേശുവിനെ തള്ളി പറഞ്ഞിട്ട് പഴയ വള്ളവും വലയും എടുത്തോണ്ട് കാര്യം എന്നാ മനസ്സിലായി, ഇനി മീൻ കാണാൻ പറ്റൂല. പഴയ വള്ളവും വലയും എടുത്തോണ്ട് പോയി. ശ്രദ്ധിക്കേ, പിന്മാറിപ്പോയി. യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40-ലധികം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. പത്രോസിന് വേണ്ടി പ്രത്യക്ഷനാകുമ്പോൾ ഈ ശീമോൻ പത്രോസ് പണ്ടത്തെ അവസ്ഥയിൽ പിന്നെയും ഒഴിഞ്ഞ വലയും വള്ളവുമായിട്ട് നിൽക്കുക. കർത്താവ് ഒറ്റ ചോദ്യം, കൂട്ടാൻ വല്ലതും ഉണ്ടോ? അവൻ പറഞ്ഞു, ഒന്നും. കർത്താവ് പറഞ്ഞു, വല ഇറക്കണം. അർത്ഥം, പിന്മാറിപ്പോയ പത്രോസിനെ തിരിച്ചു കൊണ്ടുവരാൻ മീൻ കാണിച്ചു. മീൻ വീക്ക്നെസ്സാ. സ്വത്രം പറ. ഇന്ന് രാത്രി ഇടയ്ക്കിടയ്ക്ക് നിനക്ക് അത്ഭുതം ഇട്ട് തരുന്ന കാര്യം എന്നറിയാവോ? നിന്റെ വിശുദ്ധി കണ്ടല്ല, കണ്ടില്ലെങ്കിൽ നീ നിൽക്കത്തില്ലെന്നറിയാം. ഇടയ്ക്കിടയ്ക്ക് അത്ഭുതം പ്രാപിക്കുന്നവർ ചിന്തിച്ചോണം, വിശുദ്ധ ജീവിതമല്ല, പ്രാർത്ഥനയുടെ ക്വാളിറ്റി അല്ല, മറ്റവൻ അത്ഭുതം കൊടുത്തില്ലെങ്കിൽ അവൻ മഹത്വത്തിന് നിന്നോളൂ, പക്ഷെ നീ നിൽക്കത്തില്ല. അതുകൊണ്ടാണ് നിന്റെ മുഴ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നേ. നീ പ്രാർത്ഥിക്കും വഴി തുറക്കുന്ന. നിഗളിക്കരുത്. വിശുദ്ധനായതുകൊണ്ടല്ല, ഉറച്ചൊന്ന് നിൽക്കാനാ. സ്തോത്രം. ആമേൻ പറ. സ്തോത്രം. ശ്രദ്ധിക്കണേ പ്രിയരെ, പിന്മാറ്റത്തിൽ പോയ പത്രോസിനെ എന്റെ ദൈവം മീൻ കാണിച്ച് മടക്കിക്കൊണ്ട് വന്നിട്ട് എന്റെ കർത്താവ് അടുത്തൊരു പരിപാടി ചെയ്തു. അവിടെ നിന്ന് പത്രോസിനെ നേരെ കയറ്റിയത് എവിടെ നിന്നറിയാവോ? മർക്കോസിന്റെ മാളിക മുറിക്കകത്ത്. എന്തിനാണെന്നറിയാമോ? പത്രോസിന്റെ കെട്ടഴിക്കാൻ. അതിനകത്തു വെളിപ്പെട്ട കൊടുങ്കാറ്റിനകത്ത് ആദ്യത്തെ കെട്ടഴിഞ്ഞത് പത്രോസിന്റെയാ. മീനിന്റെ കെട്ടഴിഞ്ഞത് ഒറ്റ പ്രസംഗം, പത്രോസിന്റെ ശുശ്രൂഷ വെളിപ്പെട്ടു. 3000 പേർ മാനസാന്തരപ്പെട്ടു. കണ്ടോണേ.
അതുവരെ പത്രോസിന്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു മിനിസ്റ്റർ വെളിപ്പെട്ടില്ല. ഇന്ന് രാത്രി ശുശ്രൂഷ വെളിപ്പെട്ടില്ലെങ്കിൽ അർത്ഥം എന്തോ ഒരു വീക്ക്നെസ് ഉണ്ട്. പത്രോസ് ഉപയോഗിക്കപ്പെട്ടത് മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് കിട്ടിയ ശേഷം അതിനകത്ത് കയറിയപ്പോൾ കത്തിയ തീ ഉണ്ടല്ലോ, ഭൗമികമായ മീനിന്റെ കെട്ടുപൊട്ടിയിട്ട് ആത്മാക്കൾ എന്ന് പറയുന്ന മീനിന്റെ വെളിപ്പാട് അകത്തിട്ടു. അതിനുശേഷം എവിടെ പ്രസംഗിച്ചാലും ആത്മാക്കൾ വർദ്ധിക്കാൻ തുടങ്ങി. സഭയുടെ ലീഡറാക്കി പുറത്തു കൊണ്ടുവന്നു. അർത്ഥം വീക്ക്നെസ് വന്നതുകൊണ്ട്. Mighty Jesus. ഇന്ന് രാത്രി ദൈവാത്മാവാരോടൊക്കെ ചോദിക്കുന്നു, എന്താ നിന്റെ ശുശ്രൂഷ വെളിപ്പെടാത്തെ? എന്താ ദൈവം ആഗ്രഹിക്കുന്ന നന്മ വെളിപ്പെടാത്ത കാര്യമല്ല, എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന ഒരു വീക്ക്നെസ് ഉണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധ പറയുന്നു, നിന്റെ വീക്ക്നെസ്സിനെ അഭിഷേകത്തിന്റെ മുമ്പിൽ അഴിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ ചരിത്രത്തിൽ നീ അനുഭവിച്ചിട്ടില്ലാത്ത ചില വിടുതൽ ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവ് സഭയ്ക്ക് വേണ്ടി നൽകാൻ പോകുക. ഇന്ന് രാത്രി പറ, ദൈവഗതമില്ലാത്ത വീക്ക്നെസ് എന്നിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ. ദൈവഗതമില്ലാത്ത ചില വീക്ക്നെസ് ഇന്ന് രാത്രി പരിശുദ്ധൻ ആരോടൊക്കെ നോക്കി വിരൽ ചൂണ്ടുന്നു. ദൈവത്തിന് ചിലതിനൊക്കെ പുറത്തെടുക്കാൻ ആഗ്രഹമുണ്ട്, ചിലതിന്റെ മേലൊരു നിയോഗത്തെ പകരാൻ ആഗ്രഹമുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഹൃദയങ്ങളെ ഒരുക്കാതെ വന്ന ഏതിനൊക്കെ അടിമത്വത്തിൽ കിടന്ന് പുറത്തു വരാൻ കഴിയാത്ത ചില കുരുക്കിനകത്ത് അകപ്പെട്ട് കിടക്കുന്ന ചില വ്യക്തികളൊക്കെ ആണോ പറയുന്നു, ഇന്ന് രാത്രി നിന്റെ വീക്ക്നെസ് അടിയട്ടെ. ചരിത്രത്തിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു ശുശ്രൂഷ. വിശ്വസിക്കുന്നവർ കരമേണ്ടി ആരാധിക്കുക. ഇന്ന് രാത്രി ഈ ദൂതന് ഈ ആരാധന പോരാ. അതല പ്രഭാന ധീകര ചരാദിയ അന്തല പ്രഭാ രഗൽഥുർ മനാദല പ്രഭാസി അതരഗടക ദുരിമിന് അന്തല പ്രഭാദിയ ചാര വികൽഖാ നഹസി അതുര ഭലയ പ്രഭാസിയാന അന്തല പ്രഭാ രഗൽഥുർ മാനഹസിയ. സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. ഇന്ന് രാത്രിനകത്തൊരു തീ കത്തുന്നുണ്ട്. നിന്റെ ശുശ്രൂഷയെ തടഞ്ഞ ഏതൊക്കെ വീക്ക്നെസ്സുകൾ ഇന്ന് രാത്രി ആത്മാവ് പൊളിച്ചു മാറ്റുന്നു. ഇന്ന് രാത്രി ഇതിനകത്ത് അടിച്ച കൊടുങ്കാറ്റ് നിന്റെ ശുശ്രൂഷയെ തടഞ്ഞ, നിന്നിൽ വെളിപ്പെടുന്ന ദൈവത്തെ തടഞ്ഞ ചില കൊടുങ്കാറ്റുകൾ ഇന്ന് രാത്രി ആത്മാവ് ഉണ്ടാക്കുകയോ. ചിലരെ ആണ്ടാവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. ഈ രാത്രി നിന്റെ രാത്രിയാണ്. ഇന്ന് രാത്രി നീ ചിന്തിക്കാത്ത മേഖലകളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രിയരെ, ഇത് അന്ത്യകാലമാ, ഇത് അന്ത്യകാലമാണ്. അഭിഷക്തന്മാർക്ക് കുറവില്ല, പ്രവാചകന്മാർക്ക് കുറവില്ല, വചനം നല്ലതുപോലെ പ്രസംഗിക്കുന്നവർ കുറവില്ല. എന്നാൽ ഇന്നു രാത്രി സ്വർഗം നമ്മെ നോക്കുമ്പോൾ നമ്മളിൽ നിന്ന് വർഷങ്ങളായിട്ട് അകലാത്ത ഏതോ ഒരു വീക്ക്നെസ്സിനെ ആത്മാവ് ദർശിക്കുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് ഫേസ്ബുക്കും വാട്സപ്പൊക്കെ പരിശോധിക്കുമ്പോൾ ഭയങ്കര വിഷമോ തോന്നുന്നേ. ജാതികൾ കാണിക്കെ പെന്തക്കോസിലെ കൺവെൻഷൻ പ്രാസംഗികരും ലീഡേഴ്സും വാട്സപ്പിനകത്തും ഫേസ്ബുക്കിനകത്തും തമ്മിലടിയ. ഒരു കൂട്ടം പേർ വിമർശിക്കാൻ നിൽക്കുന്നു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം. അവർ പറയുന്നൊരു പദമുണ്ട്. വേദപുസ്തകത്തിനകത്ത് പൗലോസ് വിമർശിച്ചു, പരിശുദ്ധാത്മാവ് കുറ്റം പറഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആരും വിമർശിക്കാനാണ് നിൽക്കുന്നത്. വിമർശിക്കുന്നവൻ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. പൗലോസ് വിമർശിച്ചത് ആത്മപൂർണനായിട്ടാ. അടുത്തൊരു ദിവസത്തിക്കണേ. വിമർശിച്ച ശേഷം പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെയും അനുകരിക്കണം.
ഇന്ന് രാത്രി വിമർശിക്കുന്നവർ നോക്കി ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ആർക്കെങ്കിലും തന്റെ ഇടമുണ്ടോ എന്നെ അനുഗമിക്കുക എന്ന് പറയേണ്ട തന്റെ ഇടം? ഇന്ന് രാത്രി ആത്മപൂർണനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് വിമർശിക്കാം. ഇല്ലാത്ത കാലത്തോളം ആത്മാവിനെ കെടുത്തുന്ന നിന്റെ അതരത്തെ അടക്കി വെക്കുക. പരിശുദ്ധ പറയുന്നു, ഏതൊക്കെ വീക്ക്നെസ് ഇന്ന് രാത്രി പൊളിയുമ്പോ ചരിത്രത്തിൽ വെളിപ്പെടാത്ത ചില ശുശ്രൂഷകൾ ഇന്ന് രാത്രി വെളിപ്പെടാൻ പോകുക. ഇന്ന് രാത്രി ശ്രദ്ധിക്ക് പ്രിയരെ. മീൻ കണ്ടിറങ്ങിയ പത്രോസ് മീൻ കാണാതെ വന്നപ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞു പോയപ്പോൾ ദാ ഒരു മനുഷ്യൻ അഭിഷേകമുള്ള ജനതയെ തകർക്കാൻ വേണ്ടിയിട്ട് ദമസ്കോസിലേക്ക് കയറിപ്പോകുന്നു. അവിടെ വെച്ച് പരിശുദ്ധാത്മാവിന്റെ മകത്വമടിച്ച് പൗലോസിനെ പിടിച്ചു. ശ്രദ്ധിക്കുക, ഈ മനുഷ്യൻ അടുത്തു പറയുന്ന ഒരു പദമുണ്ട്, കർത്താവെ അങ്ങയാണ് ഞാൻ ഉപദ്രവിച്ചത്. ഞാൻ ഉപദ്രവിച്ച യേശു ആരെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ശ്രദ്ധിക്കുക, അതിനുശേഷം അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ശേഷം ഒരു മണ്ഡലത്തിൽ പൗലോസ് വീഴാത്ത കാരണം അർത്ഥം ഒന്നേ ഉള്ളൂ, അദ്ദേഹം ഇറങ്ങിയത് മഹത്വം കണ്ടു. ഇന്ന് രാത്രി പരിശുദ്ധ പറയുന്നു, ഈ 2018 എന്റെ ദൈവം പട്ടണത്തിനകത്ത് തിരയുന്ന ബാധ കണ്ടറിഞ്ഞ ഒരു കൂട്ടത്തെയല്ല, മറിച്ച് മഹത്വത്തെ കാണുന്ന വെളിപ്പാടുള്ള ഒരു തലമുറയെ തിരയുന്നു. ഇന്ന് രാത്രി പറ, ഈ തലമുറയിൽ ദൈവം തിരഞ്ഞെടുക്കുന്ന വെളിപ്പാടുള്ളവൻ ഞാനാണ്, വെളിപ്പാടുള്ളവൻ ഞാനാണ് എന്ന് പറയാൻ തന്റെ ഇടമുള്ളവർ ഇന്ന് രാത്രി ചാടി എഴുന്നേൽക്കുക. നാം പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാവരും ഇന്ന് രാത്രി എഴുന്നേൽക്കട്ടെ, എല്ലാവരും എഴുന്നേൽട്ടെ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോകുന്നു. വലിയൊരു ആത്മ സാന്നിധ്യം ഇന്ന് രാത്രി വെളിപ്പെടുകയാ. എല്ലാ കണ്ണും ഇന്ന് രാത്രി അടയട്ടെ. ഇന്ന് രാത്രി സമർപ്പിക്കും പ്രിയരെ. ഇന്ന് രാത്രി മഹത്വം കണ്ടറിഞ്ഞ കൂട്ടത്തിന്റെ അടുക്കലാണോ, അതോ ആമേൻ ബാധ കണ്ടറിഞ്ഞവരാണോ? ഒരു നിമിഷം ചിന്തിക്കുക. ഇന്ന് രാത്രി നീ ഇറങ്ങിയത് മഹത്വം കണ്ടാണോ, അതോ ബാധ കണ്ടാണോ? ഒരുപക്ഷെ ഏതെങ്കിലും അത്ഭുതങ്ങൾ പ്രാപിച്ചായിരിക്കാം ഇതിനകത്ത് വന്ന്. നോ പ്രോബ്ലം. ഈ കാലഘട്ടത്തിൽ സഭ വളരുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. എന്നാൽ നീ കണ്ട അത്ഭുതത്തെ ഡിപ്പെൻഡ് ചെയ്യരുത്. ഈ അത്ഭുതത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന ദൈവിക മഹത്വത്തെ ഇന്ന് രാത്രി അകം കണ്ടു തുറന്ന് കാണാൻ തയ്യാറാകുക. ഇന്ന് രാത്രി മഹത്വത്തെ കാണാൻ തയ്യാറാകുക. നിന്റെ ഇടയിൽ സ്വർഗം തുറന്നൊരു മഹത്വം ഇറങ്ങുന്നുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധന്മാരുടെയൊക്കെ തൂത് വിളിച്ചു പറയുന്നു, ഹോരേബിൽ മുൾപ്പടപ്പിൽ വെളിപ്പെട്ട ഒരു ദൈവിക മഹത്വം ഇന്ന് രാത്രി ജനത്തിന് വേണ്ടിയിട്ട് ആത്മാവ് ഇതിനകം തയ്ക്കാൻ പോകുകയാണ്. നിന്നെ എവിടെ ഉടച്ചു എന്ന് പറഞ്ഞോ, എവിടെ നിന്നെ മാറ്റി നിർത്തും എന്ന് പറഞ്ഞോ, ആ തലത്തിൽ നിന്റെ ആയുസ്സിൽ നീ കണ്ടിട്ടില്ലാത്ത ഒരു മഹത്വം ഇതിനകത്ത് വെളിപ്പെടാൻ തുടങ്ങി. എല്ലാ കണ്ണുപടയട്ടെ, എല്ലാ കണ്ണുപടയട്ടെ. ഇന്ന് രാത്രി ആ പരിശുദ്ധാത്മാവിന്റെ തീ ജനത്തിന്റെ ഇടയിലേക്ക് കത്തി കയറുന്നത് ഞാൻ ആത്മാവിൽ ദർശിക്കുന്നു. ഇന്ന് രാത്രി ചില റിജക്ഷനുകൾ ആത്മാവ് അഴിച്ചു മാറ്റുന്നു. എവിടെയൊക്കെ തള്ളപ്പെട്ട ഒറ്റപ്പെട്ട ചില റിജക്ഷന്റെ മണ്ഡലങ്ങൾ പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രി പൊളിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ കരം അടിച്ചെന്ന് ആത്മാവിൽ പ്രതികരിക്കുക. Come on, come on, come on, come on. ഈ രാത്രി നിന്റെ രാത്രിയാണ്. ഇന്ന് രാത്രി പറ, ഞാൻ ലോക പ്രശസ്തനല്ല, എന്നാൽ എനിക്കൊരു കൃപയുണ്ട്. ആരുമില്ലെങ്കിലും പട്ടണത്തിന് വേണ്ടി ഒറ്റ കിടിവിൽ നിന്നും പ്രാർത്ഥിക്കേണ്ട ഒരഭിഷേകം എന്നിലുണ്ട് എന്ന് പറയുന്നവർ ഇന്ന് രാത്രി ആത്മാവിൽ ഇന്നുരാത്രി പരിശുദ്ധ പറയുന്നു, ചത്തുപോയെന്ന് പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ എഴുന്നേൽക്കാൻ പോകുക. ചത്തുപോയ വാഗ്ദത്തങ്ങൾ ഇന്നു രാത്രി ജനിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ഇന്നു രാത്രി സഭയെ നോക്കി പറയുന്നു, നടക്കത്തില്ല, ഇത് വെളിപ്പെടത്തില്ല, ഇത് ചത്തുപോയെന്ന് പറഞ്ഞ ചില സംഗതികൾ ജീവിക്കാൻ പോകുക.
ഒരു വചന വെളിപ്പാട് ഞാൻ പറയാം. സംഖ്യാപുസ്തകം 17-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, സമാഗമന കൂടാരത്തിന്റെ കൃപാസനത്തിനകത്തിരിക്കുന്ന അഹരോനെ പ്രതിനിധീകരിച്ചു വച്ച ലേവ്യാഗോത്രത്തിന്റെ വടി അത് തളിർത്തു, പൂത്തു, ബദാം കായ്ച്ചു. പലപ്പോഴും നമ്മൾ വായിച്ച് സന്തോഷിക്കാറുള്ള ഒരു ദൂത് ഞാൻ പറയാം പ്രിയരെ. ദൈവം 12 ഇസ്രായേൽ ഗോത്രങ്ങളെ നോക്കി ഒരു കൽപ്പന പ്രകടിപ്പിച്ചു. നിങ്ങളുടെ ഗോത്രങ്ങളുടെ ഓരോ വടികളും സമാഗമന കൂടാരത്തിന്റെ കൃപാസനത്തിൽ വെക്കുക. കൂട്ടത്തിൽ അഹരോനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലേവ്യാഗോത്രത്തിന്റെ വടി വെച്ചു. അടുത്ത ദൈവം പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ തിരഞ്ഞെടുക്കപ്പെടുന്നവന്റെ വടി വളരും. ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നു, അഹരോന്റെ വടി തളിർത്തിരിക്കുന്നു, അത് തളിർത്തു, പൂത്തു, ബദാം ഫലം കായ്ച്ചു. ഇനി ഈ ഫലം കായ്ച്ച വടി ഏതാ തപ്പി നടക്കണ്ട, അത് ബദാം വൃക്ഷത്തിൽ നിന്ന് വെട്ടിയെടുത്ത വടിയാ. ഓരോ ഗോത്രത്തിന്റെ പവർ എന്ന് പറയുന്നത് ആ ഗോത്രത്തിന്റെ വടിയാ. വടി എന്ന് പറയുന്നത് അധികാരത്തെ കുറിക്കുന്നു. വടി അധികാരത്തെ കുറിക്കുന്നു. ഈ വടി കാണാൻ മനോഹരമാ. ബദാം വൃക്ഷത്തിൽ നിന്ന് വെട്ടിയെടുത്ത് ഏതോ ഒരാശാരിയുടെ കൈക്കകത്തൂടെ കയറി അതിനെ ചീക്കി മിനുക്കി മിനുസമുള്ളതാക്കി നല്ല പെയിന്റൊക്കെ അടിച്ച് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കാണാൻ മനോഹരമാ. പക്ഷേ ഈ വടിക്കൊരു പ്രത്യേകതയുണ്ട്, ഈ വടി ചത്ത വടിയാ. ഇത് കാണാൻ മനോഹരമാണ്, പക്ഷെ ഇത് ചത്തതാ. ഞാൻ പറയാം, ഈ വടി കൊണ്ട് ഏതെങ്കിലും ഫലപുഷ്ടിയുള്ള മണ്ണിനകത്തൂന്നി വെച്ച് വെള്ളം ഒഴിച്ച് വളമിട്ടാൽ ഈ വടി വളരത്തില്ല. മനുഷ്യന് ജീവനുള്ളതുപോലെ വടികൾക്ക്, വൃക്ഷങ്ങൾക്ക് ജീവനുണ്ട്. മനുഷ്യന് മരണമുള്ളതുപോലെ വൃക്ഷങ്ങൾക്ക് മരണമുണ്ട്. വൃക്ഷങ്ങളുടെ മരണത്തെ പട്ടുപോയി എന്ന് പറയാം. പട്ടുപോയ വൃക്ഷത്തിന് വളം ആവശ്യമില്ല, പട്ടുപോയ വൃക്ഷത്തിന് വെള്ളം ആവശ്യമില്ല, പട്ടുപോയ വൃക്ഷത്തിന് വെളിച്ചം ആവശ്യമില്ല. പട്ടുപോയ വൃക്ഷത്തിന് വെള്ളം ഒഴിക്കുന്നത് മരിച്ചുപോയ വ്യക്തിക്ക് ആഹാരം കൊടുക്കുന്നത് പോലെയാ. ഇതുപോലെ പട്ടുപോയ ഈ വടി സമാഗമന കൂടാരത്തിന്റെ കൃപാസനത്തിൽ ഇരിക്കുക. സമാഗമന കൂടാരത്തിന്റെ കൃപാസനം എന്ന് പറയുന്നത് പഴയ നിയമത്തിനകത്ത് ദൈവ സാന്നിധ്യം വന്നിറങ്ങുന്ന സ്ഥലമാണ്. ശ്രദ്ധിക്കണേ, അടുത്ത് ബദാമിനെ കുറിച്ച് പഠിക്കണം. ബദാം നിലത്ത് നട്ട് അതിനകത്ത് ഇലകൾ വന്ന് അതിന്റെ നട്ട്സ് പുറത്തു വരണമെങ്കിൽ ചരിത്രകാരന്മാർ പറയുന്നു കുറഞ്ഞത് 6 വർഷം എടുക്കും എന്ന് പറഞ്ഞാൽ ജീവനുള്ള തയ്യ് ഫലപുഷ്ടിയുള്ള മണ്ണിൽ നട്ട് വെളിച്ചമിടിച്ച് അതിനാവശ്യമുള്ള വായു ലഭിച്ച് വെള്ളം കിട്ടി അത് വളർന്ന് പന്തലിക്കണമെങ്കിൽ 6 വർഷം എടുക്കുമെന്ന്. പക്ഷേ ദൈവസാന്നിധ്യം വന്നിറങ്ങുന്ന സമാഗമന കൂടാരത്തിനകത്ത് അവൻ ഇരുന്ന വടി ഉണ്ടല്ലോ, അത് വളർന്നത് 6 വർഷം കൊണ്ടല്ല, ചത്ത വടി വളർന്നത് ഒറ്റ രാത്രി കൊണ്ട്. ഒറ്റ രാത്രി. അർത്ഥം ദൈവസാന്നിധ്യം ഉള്ള സ്ഥലത്ത് ചത്തതിനെ കൊണ്ടിട്ടാൽ ജീവിക്കുമെന്ന്. ദൈവ സാന്നിധ്യം ഉള്ളെടുത്ത് രോഗം വന്നത് കൊണ്ടിട്ടാൽ അത് എഴുന്നേൽക്കുമെന്ന്. ഇന്ന് രാത്രി ഇതുവരെ വെളിപ്പെടാത്ത ഒരു ബലം. കത്തുന്നു. ശരീരങ്ങളെ വിട്ടുകൊടുക്കുക. ഒരാത്മാവിന്റെ പ്രഭാതം. അങ്ങനെ പ്രഭാതങ്ങൾ കാർദിയ ദൈവസാന്നിധ്യം ഉറങ്ങുന്നു. ഇന്നു രാത്രി മരിച്ചെന്ന് പറഞ്ഞത് വെളിപ്പെടത്തില്ലെന്ന് പറഞ്ഞ് ചില വാഗ്ദത്തങ്ങൾ ജനിക്കുന്നു. ദൈവം പറയുന്നു, ഏതൊക്കെ ഭാര്യഭർത്തൃ കുടുംബ ബന്ധങ്ങളെ ചിതറിപ്പിക്കുമെന്ന് വാദിക്കുന്ന ചില പന്ന പൈശാചിക പോരുകൾ ഇന്നു രാത്രി വെളിപ്പെട്ട ദൈവ സാന്നിധ്യത്തിന്റെ കീഴിൽ അഴിഞ്ഞു വീഴുന്ന ഒരു വെളിപ്പാട്. റിസീവ്. ഇന്ന് രാത്രി പ്രാപിക്കണോ? ഇന്ന് രാത്രി തകർന്നുപോയ ചില കുടുംബ ബന്ധങ്ങളെ ആർക്കാ പറയുന്നു.
ഒരു തീ കത്തുന്നു. ഇന്ന് രാത്രി യൗവനക്കാരുടെ മേൽ ഒരു അഭിഷേകത്തിന്റെ തീ. ചലിക്കട്ടെ, 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 ചലിക്കട്ടെ. നിന്റെ അതരത്തിനകത്ത് ദൈവശക്തി. നീ അതരം കൊണ്ട് പ്രഖ്യാപിക്കുമ്പോ ചത്തുപോയ ചിലത് നിന്റെ മരിയാണി ഉറക്കുന്നു. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി അത്ഭുതം വെളിപ്പെടട്ടെ. ഉള്ള കാൽ മുതൽ ഉച്ച തല വരെ ആത്മപൂർണത. അഭിഷേകം ചലിക്കുന്നു. ഇന്ന് രാത്രി ശത്രു നിനക്കെതിരെ ഒരുക്കിയ ചില പേരെഴുത്തുകൾ, നിന്റെ വാക്തത്വത്തിനെതിരെ നിൽക്കുന്ന ചില പോരുകൾ ഇന്ന് രാത്രി അഴിയത്താൻ. വിട്ടുകൊടുക്കുക, വിട്ടുകൊടുക്കുക. ശരീരങ്ങളെ വിട്ടുകൊടുക്കുക. ആത്മനിറവിൽ ആരാധിക്കുക. ഉള്ള കാൽ മുതൽ ഉള്ള തല വരെ ദൈവശക്തി. നീ ഇരിക്കുന്നത് ദൈവസ്ഥാനത്ത് മറങ്ങുന്നു. ദൈവിക മന്ദിരത്തിൽ പഴയ നിയമത്തിനകത്ത് സാന്നിധ്യം മറങ്ങുന്നത് കൂടാരത്തിനകത്താണെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ ശരീരമായോ നിങ്ങൾ കണ്ടത് കണ്ടത് ആരിൽ കൊള്ളത്തെ അഭിഷേകം പൂരാ പാലാസേ കത്തുന്നു കത്തുന്നു. ആ തീയാണോ തീയാണത്. അഭിഷേകം അഭിഷേകം നിനക്കെതിരെ മേലെടുത്തുകൾ ഇന്ന് രാത്രി അഴിയുന്നു. ഉളവരക്കവരാധികൾ അച്ഛം അഭിഷേകം 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 അഭിഷേകത്തിന്റെ ശക്തി സേതാരാധ അഭിഷേകത്തിൽ അന്യഭാഷയിൽ പാടിക്കോ അന്യഭാഷയിൽ പാടിക്കോ അന്യഭാഷയിൽ അന്യഭാഷയിൽ ഈ കൈകളിൽ അഭിഷേകം കണ്ടു Come on,
ഇന്ന് രാത്രി അഴിയാൻ പോകുക. ഇന്ന് രാത്രി അഴിയാൻ പോവുക. ഇന്ന് രാത്രി അഴിയാൻ പോവുക. ഇന്ന് രാത്രി നാളുകളായി നിന്നെ ഒതുക്കിയ, നിനക്ക് പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചിട്ട് നിനക്ക് വിടാൻ കഴിയാത്ത ആ പാപതുല്യമായ ആ ദുർസ്വഭാവത്തിന്റെ ബന്ധനം അഴിയുന്ന ഒരഭിഷേകം ഇന്ന് രാത്രി ഇതിനകത്ത് കത്തുന്നുണ്ട്. ഇന്ന് രാത്രി കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധരാകയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഞാൻ വിശുദ്ധനാകയോ നിങ്ങളോ. ഇന്ന് രാത്രി ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയാണ് ഉയരട്ടെ. ഇന്ന് രാത്രി സമർപ്പിക്കുക. എനിക്കറിയാം ഇന്ന് രാത്രി ആരൊക്കെയോ ഏതൊക്കെ സ്ഥാനത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നു, കർത്താവേ എനിക്ക് ഈ മണ്ഡലത്തിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ടപ്പാ, പക്ഷെ എന്നെ പുറത്തു വരാൻ അനുവദിക്കാതെ വീണ്ടും വീണ്ടും എന്നെ ബന്ധിക്കുന്ന, പലതവണ ഞാൻ തീരുമാനമെടുത്തതാ, പക്ഷെ എന്റെ തീരുമാനത്തെ ക്രോസ് ചെയ്ത് ആ പാപത്തെ പിന്നെ എന്നെ ചെയ്യിപ്പിക്കുന്ന, എന്നെ വിടാതെ പിന്തുടരുന്ന ഒരു വീക്ക്നെസ്. ഇസ്രായേൽ മക്കളെ പിന്തുടരുന്ന വീക്ക്നെസ് പിറുപിറുത്തായിരുന്നു. പത്രോസിനെ പിന്തുടരുന്ന വീക്ക്നെസ് തന്റെ മീനായിരുന്നു. ഇന്ന് രാത്രി നിന്റെ ശുശ്രൂഷയെ തടയുന്ന, നിന്റെ നന്മയെ തടയുന്ന, വാഗ്ദത്തത്തെ തടയുന്ന, നിന്നെ ചില കൊല്ലങ്ങളായി പിന്തുടരുന്ന വീക്ക്നെസ്സിനകത്തുന്ന പരിശുദ്ധം ഇന്ന് രാത്രി നിന്നെ പുറത്തു എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ യേശു ഹോളിയാണ്. എന്റെ യേശു ഹോളിയാണ്. എന്റെ യേശു ഹോളിയാണ്. ജീസസ് ഹോളി, യു ആർ ഹോളി, King of kings, Lord of lords, you are holy, holy, you are holy, King of kings, Lord of lords, I worship you, King of kings, Lord of lords, I worship you. ഇരുകരങ്ങൾ സ്വർഗ്ഗത്തിൽ ഉയർത്തി പറഞ്ഞാമോ, oh holy, you are holy, King of kings, you are holy, holy, you are holy, King of kings, Lord of lords, I worship you, King of kings, Lord of lords, I worship you. I never know how much it costs to see my sin upon thy cross. I never know how much it costs to see my sin upon thy cross. I never know how much it costs to see my sin upon. So here I am to, so here I am to worship, here I am to bow down, here I am to say that you're my God, you're altogether lovely, altogether worthy, altogether wonderful to me. Here I am to worship, here I am to bow down, here I am to say that you're my God, you're altogether lovely, altogether worthy, altogether wonderful to me. And here I am to worship, here I am to bow down, here I am to say that you're my God, you're